അങ്ങനെ പത്മജ വേണുഗോപാൽ കോൺഗ്രസിന്റെ കൂടുവിട്ട് BJP ക്യാമ്പിലേക്ക് എത്തി. പക്ഷേ വയനാട്ടിലിറങ്ങിയ കാട്ടാനയും കാട്ടുപോത്തും പുലിയും കടുവയും എന്ന് കാട് കയറും എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം. ഒപ്പം വന്യജീവി ഭീതിയിൽ ജീവിക്കുന്ന ഒരു കൂട്ടം മനുഷ്യർ നമ്മളോട് പ്രതികരിക്കുകയാണ്. തിരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ വയനാടിന്റെ രാഷ്ട്രീയ മനസ്സിലെന്ത് എന്ന് നമ്മൾ പരിശോധിക്കുന്നു. കഴിഞ്ഞ തവണ വന്യജീവി മനുഷ്യ സംഘർഷമുണ്ടായ വയനാടിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഹോട്ട്സ്പോട്ടിലാണ് നമ്മൾ നിൽക്കുന്നത്, പുൽപ്പള്ളിയിൽ. ഞാൻ നിൽക്കുന്നതിനും തൊട്ടടുത്താണ് രണ്ടു പ്രധാനപ്പെട്ട വന്യജീവി ആക്രമണങ്ങൾ കഴിഞ്ഞ ഒരു മാസത്തിനിടയിൽ ഉണ്ടായത്. കഴിഞ്ഞ 2 മാസങ്ങളിലായി ഏകദേശം 5 പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നു വന്യജീവി ആക്രമണത്തിൽ എന്നുള്ളത് നമ്മളെ ഭീതിപ്പെടുത്തുന്ന കണക്കാണ്. നമ്മൾ തുടങ്ങുന്നു പുൽപ്പള്ളിയിൽ നിന്നും വയനാട്ടിൽ നിന്നും. റിപ്പോർട്ടർ കുരുക്ഷേത്രം തത്സമയം. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. അതിഥികളായി നമുക്കൊപ്പം CPM-ന്റെയും BJP-യുടെയും കോൺഗ്രസിന്റെയും ഒക്കെ ഭാരവാഹികൾ പ്രതിനിധികൾ പങ്കെടുക്കുന്നുണ്ട്. ആദ്യം BJP-യിൽ നിന്നും അഡ്വക്കേറ്റ് PC ഗോപിനാഥ് ചർച്ചയിൽ പങ്കെടുക്കുന്നു. കോൺഗ്രസിൽ നിന്നും TS ദിലീപ് കുമാർ, ഒപ്പം CPM-ൽ നിന്നും AV വിജയൻ എന്നിവരാണ് ചർച്ചയിൽ നമ്മളോടൊപ്പം പങ്കെടുക്കുന്നത്. ഒപ്പം AV ജയൻ ആണ് നമ്മളോടൊപ്പം പങ്കെടുക്കുന്നത്. ഒപ്പം വയനാട്ടിലെ പുൽപ്പള്ളിയിലെ കർഷകരും നാട്ടുകാരും വോട്ടർമാരും വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽ പ്രതിനിധീകരിക്കുന്നവരും നമ്മളോടൊപ്പം ചർച്ചയിൽ പങ്കുചേരുന്നു. ആദ്യം ഞാൻ കോൺഗ്രസിന്റെ പ്രതിനിധിയിൽ നിന്ന് തുടങ്ങുന്നു. ഇതിപ്പോൾ പത്മജയാണ് പ്രധാനപ്പെട്ട ഒരു വാർത്താ വിഷയമായി നിറഞ്ഞു നിൽക്കുന്നത്. താങ്കളടക്കമുള്ള കോൺഗ്രസ് പ്രവർത്തകരെ ഓർത്ത് പത്മജ വേണുഗോപാലിന് ദുഃഖമുണ്ട് എന്നാണ് അല്പസമയം മുമ്പ് പറഞ്ഞത്. താങ്കൾക്ക് ദുഃഖമുണ്ടോ എന്നൊരു ചോദ്യത്തിൽ നമുക്ക് തുടങ്ങാം. വേണുഗോപാലിൻ്റെ പോക്ക് എന്നെ സംബന്ധിച്ച് യാതൊരുവിധ ദുഃഖവുമില്ല. ഒരു കോൺഗ്രസ് പ്രവർത്തന നിലയിൽ കോൺഗ്രസ് കുടികൊള്ളുന്നത് ലക്ഷക്കണക്കിന് സാധാരണക്കാരായ കോൺഗ്രസ്സുകാരുടെ ഹൃദയത്തിലാണ് കോൺഗ്രസ് ജീവിക്കുന്നത്. അതുകൊണ്ട് പത്മജ പോയതുകൊണ്ടോ അല്ലെങ്കിൽ അതേപോലെ ഏതെങ്കിലും ഒരു നേതാക്കന്മാർ അധികാരമോഹം കൊണ്ട് പോയതുകൊണ്ടോ കോൺഗ്രസ് ഇവിടെ തകരാൻ പോകുന്നില്ല. തെരഞ്ഞെടുപ്പിന്റെ ഒരു പശ്ചാത്തലത്തിൽ ഇങ്ങനെ ഒരു കൂറുമാറ്റം യഥാർത്ഥത്തിൽ നിങ്ങൾ പ്രവർത്തകരുടെ ആത്മവീര്യത്തെ ബാധിക്കുന്നുണ്ടോ? ഒട്ടുമില്ല. ഞങ്ങളുടെ ആത്മവീര്യത്തിന് ഒന്നും സംഭവിക്കില്ല. കാരണം പത്മജ വേണുഗോപാൽ സജീവ രാഷ്ട്രീയത്തിൽ ഇന്ന് നിലനിൽക്കുന്നില്ല. അവര് രാഷ്ട്രീയത്തിന്റെ പിന്നാമ്പുറങ്ങളിലേക്ക് പോയവരാണ്. ഇന്ന് ഒരു അധികാരമോഹം പ്രതീക്ഷിച്ചുകൊണ്ട് BJP-യിലേക്ക് അവർ ആകർഷിക്കപ്പെട്ടിരിക്കുകയാണ്. അത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒന്നുമില്ല. അപ്പൊ വയനാട് ലോക്സഭാ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ ഇതൊരു വിഷയമേ ആവില്ല? ഒരിക്കലും ആവില്ല. ശരി, അങ്ങനെയാണെങ്കിൽ വയനാട് ലോക്സഭാ മണ്ഡലത്തിലെ പ്രധാനപ്പെട്ട വിഷയങ്ങളിലൊന്ന് വന്യജീവി മനുഷ്യ സംഘർഷമാണെങ്കിൽ കഴിഞ്ഞ 2 മാസത്തിനിടയിൽ 5 പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ സിറ്റിംഗ് MP ഈ വിഷയത്തിൽ എന്തു ചെയ്തു എന്ന ചോദ്യം വളരെ പ്രധാനപ്പെട്ടതാണ്. കഴിഞ്ഞ 5 വർഷമായി വയനാട്ടിലുണ്ടായിരുന്ന MP അഥവാ വയനാടിനെ പ്രതിനിധീകരിച്ച MP-ക്ക് ഈ വിഷയത്തിൽ ഇടപെടാൻ സാധിച്ചു? അത് തിരഞ്ഞെടുപ്പിൽ വിഷയമാവുമോ? ഈ MP കൃത്യമായി ഈ വിഷയങ്ങളിൽ ഇടപെട്ടിട്ടുണ്ട്. സംസ്ഥാന ഗവൺമെന്റിന്റെയും കേന്ദ്ര ഗവൺമെന്റിന്റെയും മുന്നിൽ ഈ വിഷയം വളരെ നല്ല രീതിയിൽ എത്തിക്കുവാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. അത് തന്നെയുമല്ല, ഈ മരണം സംഭവിച്ച വീട്ടിൽ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി വരുന്നതിന് മുമ്പ് ഭാരത് ജോഡോ യാത്രയിൽ പങ്കെടുത്ത രാഹുൽ ഗാന്ധി അവിടെ എത്തുകയും അവരെ ആശ്വസിപ്പിക്കുകയും പോളിന്റെ വീടിന് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കാമെന്നും കുട്ടിയുടെ വിദ്യാഭ്യാസം ഏറ്റെടുക്കാമെന്നും തീരുമാനിച്ചുകൊണ്ട് അദ്ദേഹം അവർക്ക് സമാശ്വാസം നൽകിക്കൊണ്ടാണ് ഇവിടുന്ന് പോയത്. അതിനുശേഷമാണ് സംസ്ഥാനത്തിന്റെ മന്ത്രിമാർ വരെ അവിടെ വന്നത്. നിലവിൽ ഈ പുൽപ്പള്ളി ടൗണും പുൽപ്പള്ളിയുടെ തൊട്ടടുത്തുള്ള പ്രദേശങ്ങളും ശരിക്കും വന്യജീവി ഭീതിയിൽ തന്നെയാണോ ദിലീപ്? വന്യജീവി ഭീതിയിൽ തന്നെയാണുള്ളത്. ഇപ്പോൾ പഴയതുപോലെയല്ല, കുടിയേറ്റ കാലത്തില്ലാത്തൊരു ഭീതി നമ്മുടെ നാട്ടിലുണ്ട്. വന്യമൃഗങ്ങൾ ധാരാളമായി ജനവാസ കേന്ദ്രങ്ങളിലേക്ക് ഇറങ്ങുന്നു. സജീവമായിട്ടുള്ള ഒരു പരിഗണന പ്രതിരോധ പ്രവർത്തനങ്ങൾ സംസ്ഥാന ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നില്ല, കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നും. ഈ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ കീഴിലേക്ക് ഈ വിഷയം എത്തുകയാണ്. പ്രത്യേക ദുരന്ത ബാധിതമായിട്ടുള്ള ഒരു മേഖലയായിട്ട് ഇത് പ്രഖ്യാപിക്കുന്നുണ്ട്. മനുഷ്യ വന്യജീവി സംഘർഷ മേഖലകൾ അത് ഏതെങ്കിലും തരത്തിൽ ഗുണം ചെയ്യുമോ? അത് ഗുണം ചെയ്യും എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ദുരന്ത നിവാരണത്തിന് വേണ്ടി കൃത്യമായി ഫണ്ട് കൊടുക്കുന്ന ഒരു സംവിധാനം മുമ്പുണ്ടായിരുന്നു. ഇന്ന് ദുരന്ത നിവാരണ അതോറിറ്റിയിൽ നമ്മൾ ചോദിച്ചാൽ, DDMയിൽ നമുക്ക് ചോദിച്ചാൽ അവിടെ 1 രൂപ പോലും ഫണ്ടില്ല. പിന്നെ ഒരു പേരിന് ദുരന്ത നിവാരണമായി പ്രഖ്യാപിച്ചതുകൊണ്ട് എന്താണ് കാരണം? എന്ത് ചെയ്യാൻ സാധിക്കും? ഈ തെരഞ്ഞെടുപ്പിലെ പ്രഥമ പരിഗണന വയനാട്ടുകാർക്കുള്ളത് വന്യജീവി ഭീതി തന്നെയാണ്. അതെ. അത് പാർലമെന്റിലേക്ക് തെരഞ്ഞെടുക്കാൻ പോകുന്ന പ്രതിനിധിക്കും ഈ വിഷയത്തിൽ എന്ത് ചെയ്യാൻ സാധിക്കും എന്നതായിരിക്കും വോട്ടർമാർ ചിന്തിക്കുക. അത് നമുക്കറിയാം, സംസ്ഥാന ഗവൺമെന്റും കേന്ദ്ര ഗവൺമെന്റുമാണ് അതിന് മുൻകൈ എടുക്കേണ്ടത്. അവരുടെ ശ്രദ്ധയിൽപ്പെടുത്തുക എന്നതാണ് പ്രതിപക്ഷത്തുള്ള ഒരു MP എന്ന നിലയിൽ ശ്രീ രാഹുൽ ഗാന്ധിക്ക് ചെയ്യാൻ സാധിക്കും. ശരി, ഞാൻ ശ്രീ ജയനിലേക്ക് കൂടി വന്നാൽ. ശ്രീ ജയൻ, നമ്മൾ പത്മജ വേണുഗോപാൽ പോയത് നമുക്ക് മാറ്റിവെക്കാം. അത് രാഷ്ട്രീയമായി കോൺഗ്രസ് അതിനെ പ്രതിരോധിക്കട്ടെ. പക്ഷേ വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമുള്ളത്, ഈ മണ്ഡലത്തിൽ വനം വകുപ്പ് മന്ത്രി എത്തുന്നതിന് മുൻപ് പുൽപ്പള്ളിയിലും ഈ പറയുന്ന മാനന്തവാടിയിലും എത്തി അശരണരായ മനുഷ്യരുടെ കണ്ണീരൊപ്പാൻ ശ്രമിച്ചൊരു സിറ്റിംഗ് MP-യാണ് രാഹുൽ ഗാന്ധി. ആ രാഹുൽ ഗാന്ധിയെ തന്നെയല്ലേ വയനാട് വീണ്ടും ലോക്സഭയിലേക്ക് അയക്കേണ്ടത് എന്ന ചോദ്യമാണ്. ഞാൻ അതിലേക്ക് വരുന്നതിന് മുമ്പ്
ഡോക്ടർ അരുൺ തന്നെ ഈ പരിപാടി തുടങ്ങുമ്പോഴത്തേക്കും പറഞ്ഞു ഇന്ത്യയെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു പൊളിറ്റിക്കൽ വാർത്ത റിപ്പോർട്ട് ചെയ്യാനുള്ളത് കൊണ്ടാണ് ലൈവ് താമസിക്കുന്നത് എന്ന് പറഞ്ഞു. അതുകൊണ്ട് പത്മജ വേണുഗോപാൽ BJP-യിലേക്ക് പോയത് പ്രധാനപ്പെട്ട ഒരു വാർത്ത തന്നെയാണ്. അതിൽ ബഹുമാനപ്പെട്ട കോൺഗ്രസിന്റെ പ്രതിനിധി ശ്രീ ദിലീപ് പറഞ്ഞത് പറയുമ്പോൾ എനിക്ക് ഓർമ്മ വന്നത് ഗോഡ് ഫാദർ എന്ന് പറയുന്ന ഒരു മലയാള സിനിമയുണ്ട്. ആ മലയാള സിനിമയ്ക്കകത്ത് KPS ലളിത പുറത്ത് വാതിലിൽ നിന്നിട്ട് വന്ന ഭർത്താവിൻ്റെ അനിയന്മാരോടൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് അകത്ത് കയറി കഥകടച്ചിട്ട് കരയുന്ന ഒരു രംഗം നമ്മൾ സോഷ്യൽ മീഡിയയിൽ പലതും കണ്ടതാണ്. അതുപോലെ ഇനി കഥകടച്ചിട്ട് വേണം ദിലീപ് സാറിന് കരയാൻ. പത്മജ പോയത് അത്രമാത്രം പ്രയാസം കോൺഗ്രസിനുണ്ട്. സാക്ഷാൽ കണ്ണോത്ത് കരുണാകരൻ എന്ന കരുണാകരന്റെ പുത്രിയാണ്. കരുണാകരൻ ദീർഘവീക്ഷണത്തോടു കൂടി തന്നെ പത്മജ താമര എന്ന് പേരിട്ട ആൾ കൂടിയാണ് അദ്ദേഹത്തിന്റെ മകള്. അദ്ദേഹം അവര് പോയത് ചെറിയ കാര്യമല്ല. കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ താമര, ജ എന്ന് പറഞ്ഞാൽ പോവുക, താമരയിലേക്ക് പോവുക. അത് തന്നെയാണ് അതിനകത്ത് കണ്ടത്. പക്ഷേ കേരളത്തെ സംബന്ധിച്ച് കോൺഗ്രസിന്റെ നിലപാടില്ലായ്മയാണ് കേരളത്തിൽ ഉൾപ്പെടെ ആളുകൾ BJP-യിലേക്ക് പോകുന്നത് എന്നാണ് അതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ളത്. പക്ഷേ പോകുന്നുള്ളൂ. ത്രിപുരയിൽ ഒരു സ്റ്റേറ്റ് അപ്പാടെ പോയി. സ്റ്റേറ്റ് അപ്പാടെ പോയത് ഇടതുപക്ഷ CPI-ന്റെ ആളുകൾ പോയിട്ടില്ല. ഒരു സ്റ്റേറ്റ് അപ്പാടെ പോയപ്പോഴും 39% വോട്ട് 39% വോട്ട് അവിടെ അധികാരം നഷ്ടപ്പെട്ടാലും 39% വോട്ട് അവിടെ നിലനിർത്തി. കോൺഗ്രസിന് 3% വോട്ടാണ് ത്രിപുരയിൽ. അതുകൂടി ഡോക്ടർ കാണണം എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. ഓക്കെ, രാഹുൽ ഗാന്ധിന്റെ വിഷയത്തിലേക്ക്. രാഹുൽ ഗാന്ധി ഇവിടെ വന്നു എന്നുള്ളത് നല്ല കാര്യം തന്നെയാണ്. അതിനകത്ത് വേറെ വ്യത്യസ്ത അഭിപ്രായമില്ല. അദ്ദേഹം വന്നു. പക്ഷെ ഒരു MP അങ്ങനെ വന്നു പോകേണ്ട ഒരാൾ മാത്രമാണോ MP? കഴിഞ്ഞ 5 കൊല്ലം മുമ്പ് ഇന്ത്യൻ പാർലമെന്റിലേക്ക് ഒരു തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്താണ് അദ്ദേഹം ആദ്യമായി വയനാട്ടിൽ കാൻഡിഡേറ്റ് ആയിട്ട് വന്നത്. അന്ന് അദ്ദേഹം കൽപ്പറ്റയിൽ നടത്തിയ ഒരു പ്രസംഗം സോഷ്യൽ മീഡിയയിൽ ആകെ വൈറലായിട്ട് ഇപ്പോൾ നടക്കുന്നുണ്ട്. അതിൽ അദ്ദേഹം പറഞ്ഞത് വയനാടിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം വന്യജീവി മാൻ അനിമൽ കോൺഫ്ലിക്റ്റ് ആണ് എന്ന വിവരം എനിക്കറിയാം. അത് തന്നെ ആ പ്രയോഗം തന്നെ തെറ്റാണെന്നുള്ള അഭിപ്രായമാണ് ഞങ്ങളെ സംബന്ധിച്ചുള്ളത്. കാരണം മനുഷ്യനും വന്യമൃഗങ്ങളും തമ്മിലുള്ള സംഘർഷമല്ല, ഏകപക്ഷീയമായി വന്യമൃഗങ്ങൾ മനുഷ്യനെ ആക്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് വയനാട്ടിൽ ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് മാൻ അനിമൽ കോൺഫ്ലിക്റ്റ് എന്ന പ്രയോഗം തന്നെ വന്യജീവി ആക്രമണം എന്ന് തന്നെ പറയണം. മാൻ അനിമൽ കോൺഫ്ലിക്റ്റ് എന്നല്ല പ്രയോഗം. ഈ 5 വർഷവും രാഹുൽ ഗാന്ധി ഇന്ത്യൻ പാർലമെന്റിനെ പ്രതികരിച്ചിട്ട് ആകെ 99 ചോദ്യമാണ് അദ്ദേഹം ഇന്ത്യൻ പാർലമെന്റ് ചോദിച്ചിട്ടുള്ളത്. അതിൽ ഒന്നാമത്തെ ചോദ്യം വന്യമൃഗത്തിനായിരിക്കണമെന്ന അഭിപ്രായം ഞങ്ങളെ സംബന്ധിച്ചില്ല. 2ഉം 3ഉം വേണ്ട. 99ാമത്തെ ചോദ്യമെങ്കിലും വയനാട്ടിലെ ഈ പാർലമെന്റ് മണ്ഡലത്തിലെ അതിരൂക്ഷമായ വന്യമൃഗ ആക്രമണം അവസാനിപ്പിക്കുന്നതിന് വേണ്ടി കേന്ദ്ര വന നിയമ മന്ത്രി ഭൂപേന്ദ്ര യാദവിന്റെ മുഖത്ത് നോക്കി ഇന്ത്യൻ പാർലമെന്റിൽ 51% ഹാജരേ ഉള്ളൂ. ആ 51% ഹാജറിനിടയിൽ അദ്ദേഹം ചോദിക്കണ്ടേ? ആ ചോദ്യം ചോദിക്കാതെ അദ്ദേഹം തൂവാലയുമായി ഈ കണ്ണീരൊപ്പം വന്നത് അത് മീഡിയ കണ്ണീരൊപ്പുക എന്ന് പറയുന്നത് ചെറിയ കാര്യമാണ്. വനംവകുപ്പ് മന്ത്രിക്ക് അങ്ങനെ ഒരു തൂവാല എവിടെയാണ് ഇരിക്കുന്നത് പോലും മറന്നുപോയൊരു സാഹചര്യമുണ്ട്. പറഞ്ഞുതരാം. വനം വകുപ്പ് മന്ത്രി തൂവാലയായിട്ട് വന്നില്ലെങ്കിൽ പോലും ആ 3 കുടുംബങ്ങൾക്കും കൊടുക്കാനുള്ള കോമ്പൻസേഷൻ ഉൾപ്പെടെ മുഖ്യമന്ത്രിയിൽ ഇടപെട്ട് അടിയന്തരമായി തിരുവനന്തപുരത്ത് ചോദ്യമില്ലേ കാര്യത്തിൽ 50 ലക്ഷം കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് ഒടുവിൽ 10 ലക്ഷം പറഞ്ഞ് പറ്റിച്ചില്ല. 50 ലക്ഷം കൊടുക്കാമെന്ന് പറയല്ലേ, 10 ലക്ഷം കൊടുക്കുകയും ബാക്കി ഗവൺമെന്റിലേക്ക് ശുപാർശ ചെയ്യാമെന്നാണ് തീരുമാനം. അത് ജില്ലാ ഭരണകൂടം ശുപാർശ ചെയ്തിട്ടുണ്ട്. ക്യാബിനറ്റ് പരിഗണിച്ച് കൊടുക്കേണ്ടതാണ്. യാതൊരു തർക്കവും. താങ്കൾ ചോദിച്ചതിൽ ഒരു ചോദ്യം വളരെ പ്രസക്തമാണ്. ഞാൻ ഗോപിനാഥിലേക്ക് വരുന്നതിന് മുമ്പ് ഒരിക്കൽ കൂടി എനിക്ക് ഒന്ന് ദിലീപിലേക്ക് പോകണം. അതായത് 99 ചോദ്യങ്ങൾ പാർലമെന്റിൽ വയനാട്ടിൽ നിന്നുള്ള MP ആയ രാഹുൽ ഗാന്ധി ചോദിച്ചിട്ടും ആ 99-ൽ 1 പോലും വന്യജീവി ആക്രമണത്തെക്കുറിച്ചുള്ളത് ആവാതെ പോയത് എന്തുകൊണ്ടായിരിക്കും ദിലീപ്? ഒരിക്കലുമല്ല, അതൊരു പച്ചക്കള്ളമാണ്. പച്ചക്കള്ളമാണ് പറയുന്നത്. അപ്പൊ രാഹുൽ ഗാന്ധി പാർലമെന്റിൽ ഈ വിഷയം ഉന്നയിക്കുകയും വനം പരിസ്ഥിതി വകുപ്പ് മന്ത്രിയുടെ മുന്നേ കത്ത് കൊടുക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട്. അപ്പോ CPM-ന്റെ പ്രതിനിധി പറയുന്നത് പച്ചക്കള്ളമാണ്. അവരെ കാര്യങ്ങൾ വെറുതെ പറയുന്നതാണ്. ഈ ചോദ്യം ചോദിച്ചിട്ടില്ല എന്ന് രേഖാമൂലമാണ് പറയുന്നത്. ജയൻ പറയുന്നത് രേഖാമൂലമാണ്. 99-ൽ ഒരെണ്ണം പോലും ഇല്ല വയനാടിന് വേണ്ടി എന്നാണ്. അത് വയനാടിന്റെ വിഷയം പാർലമെന്റിലും വനംവകുപ്പ് മന്ത്രിയുടെ മുന്നേ രാഹുൽ ഗാന്ധി എത്തിച്ചിട്ടുണ്ട്. എല്ലാ നടപടികളും ചെയ്തു. അപ്പൊ ദിലീപ് നോക്കൂ ജയൻ, അതായത് കത്തെഴുതിയിട്ടുണ്ട്, വനംവകുപ്പ് മന്ത്രി ഇതിനകത്ത് ഇടപെടാൻ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ വരുന്നത് ദേശീയ വാർത്തയെ മാറി. രാഹുൽ ഗാന്ധി കേരളത്തിൽ വന്ന് ദേശീയ മാധ്യമങ്ങളിലൊക്കെ റിപ്പോർട്ട് ചെയ്ത് ദേശീയ തലത്തിൽ തന്നെ ചർച്ചാ വിഷയമായി മാറിയിട്ടുണ്ട്. അതാണ് പ്രധാനപ്പെട്ട ഒരു സൂചനയായിട്ട് പറയുന്നത്. ഡോക്ടർ അരുൺ, 2023 ഏപ്രിൽ 1 രാഹുൽ ഗാന്ധിയുടെ ഫേസ്ബുക്ക് പോസ്റ്റാണിത്. ഞാൻ അതിന്റെ പ്രിന്റ് ഔട്ട് എടുത്തതാണ്. അതിനകത്ത് അദ്ദേഹം അതിൽ പറഞ്ഞ കാര്യം ഞാൻ ഒന്ന് വായിക്കാം. അദ്ദേഹം പറയുന്നത്, ഞാനത് മലയാളത്തിലാക്കിയിട്ടുണ്ട്. വന്യജീവി സംരക്ഷണത്തോടുള്ള ഇന്ത്യയുടെ അചഞ്ചലമായ പ്രതിബദ്ധതയ്ക്കും മുൻ പ്രധാനമന്ത്രി ശ്രീമതി ഇന്ദിരാഗാന്ധിയുടെ പ്രചോദനാത്മകമായ പാരമ്പര്യത്തിനുമുള്ള ഉജ്ജ്വലമായ ആദരാഞ്ജലിയാണ് പ്രൊജക്ട് ടൈഗർ
ഇന്ത്യയുടെ ദേശീയ മൃഗമായ അതിമനോഹരമായ കടുവയുടെ കുറഞ്ഞു വരുന്ന ജനസംഖ്യയെ സംരക്ഷിക്കുന്നതിനായി 50 വർഷം മുമ്പ് ആരംഭിച്ചതാണ് ഈ മഹത്തായ പദ്ധതി. ഇന്ത്യയുടെ പാരിസ്ഥിതിക സന്തുലിതാവസ്ഥ പുനഃസ്ഥാപിക്കാനും പ്രകൃതിയുമായി ഇണങ്ങി ജീവിക്കാനുമുള്ള നമ്മുടെ ജനങ്ങളുടെ കൂട്ടായ ദൃഢനിശ്ചയത്തിന്റെ സാക്ഷ്യമാണ്. ഞാൻ പറയുന്നത് അങ്ങനെ കാഴ്ചപ്പാടുള്ള ഒരാള് വയനാട്ടിലെ കടുവ ഉൾപ്പെടെ മനുഷ്യനെ പച്ചയ്ക്ക് തിന്നു തീർക്കുന്നതിനെതിരെ ഇന്ത്യൻ പാർലമെന്റിൽ സംസാരിക്കാൻ അദ്ദേഹത്തിന് കഴിയില്ല. കാരണം അദ്ദേഹത്തിന്റെ ഈ വിഷയത്തിലുള്ള നിലപാടാണ്. പരിസ്ഥിതി സന്തുലിതാവസ്ഥയ്ക്ക് വേണ്ടി ഒരു MP വാദിച്ചു എന്നത് തെറ്റല്ലല്ലോ. MP വയനാടൻ ജനതയെ സംബന്ധിച്ച് തെറ്റാണ്. അത് തെറ്റ്. വയനാടിന് പരിസ്ഥിതി വേണ്ടേ? പക്ഷേ പ്രശ്നമല്ല, വന്യജീവി ആക്രമണത്തെ കുറിച്ച് പാർലമെന്റിൽ ചർച്ച ചെയ്തിട്ടുണ്ടോ എന്നതാണ്. പാർലമെന്റിൽ ചർച്ചയില്ല എന്നതാണ് എന്റെ പോയിന്റ്. ഈ ചർച്ചയില്ലെങ്കിൽ പോലും കേന്ദ്രത്തിന് ഈ വിഷയത്തിൽ ഇടപെടാവുന്നതേ ഉള്ളൂ. കേന്ദ്രത്തിൽ വന്ന് വനം വകുപ്പ് മന്ത്രി തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ ഒരു സ്റ്റേറ്റ്മെന്റ് നൽകിപ്പോയി എന്നതാണ് കോൺഗ്രസും പ്രതിപക്ഷവും ഉയർത്തുന്ന ഒരു പ്രധാനപ്പെട്ട ആരോപണം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്, ആർക്കാണ് ഈ വന്യജീവികളെ വെടിവെച്ച് കൊല്ലാനുള്ള അധികാരമുള്ളത്? നിലവിൽ 1972 നിയമപ്രകാരം അത് ചീഫ് വൈൽഡ് ലൈഫ് വാർഡനിൽ മാത്രം നിക്ഷിപ്തമായിരിക്കവേ എങ്ങനെ സാധ്യമാവും സാധാരണക്കാർക്ക് വന്യജീവികളെ നേരിടാൻ? ഈ ചോദ്യത്തിന് വളരെ കൃത്യമായ ഉത്തരമാണ് മിനിസ്റ്റർ കേരളത്തിൽ വന്നപ്പോൾ കൊടുത്തത്. വനം വകുപ്പ് ഉദ്യോഗസ്ഥന്മാരുടെ സാന്നിധ്യത്തിൽ ഞാൻ ഉൾപ്പെടെയുള്ള ആളുകളുടെ മുന്നിൽ വെച്ച് അദ്ദേഹം പറഞ്ഞത്, ചീഫ് കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റ്, നോട്ട് ചീഫ് വൈൽഡ് വാർഡൻ, ചീഫ് കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റിന് എല്ലാ അധികാരവും ഏതെങ്കിലും പ്രദേശത്തെ ഇത്തരത്തിലുള്ള വന്യമൃഗ ശല്യം മനുഷ്യ ജീവിതത്തിന് തടസ്സമാകുന്ന രീതിയിൽ, മനുഷ്യ ജീവിതത്തിന് ഭയാനകമായ സാഹചര്യം ഉണ്ടാകുമെങ്കിൽ വെടിവെക്കാനുള്ള നിർദ്ദേശം കൊടുക്കാനുള്ള പൂർണ്ണ അധികാരം. വയനാട്ടിലെ ഏതൊരു മനുഷ്യരോടും, താങ്കളോടക്കം ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ കാട്ടാന ഇവിടെ വന്യജീവി ആക്രമണം നടത്തുന്ന ഒരു ജീവിയല്ലേ? കടുവ വന്യജീവി ആക്രമണം നടത്തുന്ന ജീവിയല്ലേ? ഇതാ കക്കയത്ത് കാട്ടുപോത്ത് ഇറങ്ങിയിരിക്കുന്നു. അപ്പോൾ ഇതിനെ കണ്ടാലുടൻ ഈ പരിസരത്ത് നാട്ടിൻ പ്രദേശങ്ങളിലാണെങ്കിൽ ജനവാസ മേഖലകളിൽ വെടിവെച്ചിടാൻ ഒരു ബ്ലാങ്കറ്റ് ഓർഡർ ഇറക്കാൻ എന്താ തടസ്സം? ഓൾറെഡി നിയമമുണ്ടല്ലോ. എവിടെ നിയമം? ചീഫ് കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റിന് അദ്ദേഹം ഇത് അറിഞ്ഞു വരുമ്പോഴേക്കും രണ്ടുപേരുടെ മരണം കഴിഞ്ഞിരിക്കും. ഈ ചീഫ് കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റിനാണ് താഴേക്കടയിലുള്ള ഉദ്യോഗസ്ഥന്മാർക്ക് നിർദ്ദേശം കൊടുക്കാനുള്ള അധികാരം. എന്തുകൊണ്ട് അത് വിനിയോഗിക്കുന്നില്ല? അതിനുള്ള ഉത്തരവാദിത്വം, അത് ചെയ്യിക്കാനുള്ള ഉത്തരവാദിത്വം സംസ്ഥാന സർക്കാരിനാണല്ലോ. എന്തുകൊണ്ട് നമ്മുടെ വനം വന്യജീവി വകുപ്പ് മന്ത്രി അത്തരത്തിലുള്ള ഒരു തീരുമാനത്തിലേക്ക്, ഇത്രയും കഷ്ടപ്പാടുകൾ വയനാട്ടിൽ ഉണ്ടപ്പോഴും ഒരു നിർദ്ദേശം കൊടുക്കാൻ പോലും തയ്യാറായില്ല, വയനാട്ടിൽ വരാൻ തയ്യാറായില്ല? ഒരു കാര്യം കൂടി എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകുമായിരുന്നില്ലല്ലോ. ഇത്രയധികം രൂക്ഷമായ പ്രശ്നം ഉണ്ടായ സമയത്ത് എന്തുകൊണ്ട്, ഇവിടെ മിസ്റ്റർ ദിലീപ് സൂചിപ്പിച്ചു, എന്തുകൊണ്ട് ബഹുമാനപ്പെട്ട വയനാട് പാർലമെന്റ് അംഗത്തിന് വയനാട്ടിൽ വരാൻ താമസമുണ്ടായി എന്നുള്ളൊരു ചോദ്യമാണ് എനിക്ക്. അതിനുള്ള അതിലൊന്നും തർക്കമില്ല. രാഹുൽ ഗാന്ധിയുടെ ദേശീയ രാഷ്ട്രീയ പ്രാധാന്യത്തെ കുറിച്ചൊന്നും എനിക്ക് സംശയമില്ല. പക്ഷെ ഒരു കാര്യം ഈ ആളുകളുടെ മുന്നിൽ വെച്ച് പറയാൻ ആഗ്രഹമുണ്ട്. വയനാട്ടിലെ MP-ക്ക് വയനാട്ടിലെ വഴി ഏതാണ് എന്ന് ഡൽഹിയിൽ പോയി ചോദിച്ചാൽ അതിന് മറുപടി വഴി കണ്ടെത്താനും സാധിക്കില്ല. കൂടെ പരിവാരങ്ങളില്ലെങ്കിൽ വയനാട്ടിൽ വരാൻ വേണ്ടി സാധിക്കില്ല. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നമ്മുടെ ശ്രീ രാഹുൽ ഗാന്ധി ഈ വിഷയം വളരെ ഗൗരവത്തോടുകൂടി ഈ പറഞ്ഞ 99 ചോദ്യങ്ങളൊന്നും വേണ്ട, എപ്പോഴെങ്കിലും വന്യവകുപ്പ് മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്താനുള്ള ശ്രമം നടത്തിയെന്ന് കത്തെഴുതി എന്ന് ആർക്കും പറയാലോ. എന്റെ ചോദ്യം, വനം പരിസ്ഥിതി മന്ത്രാലയത്തിലെ മിനിസ്റ്റർ ഈ വിഷയം ഉണ്ടായപ്പോൾ നേരിട്ട് വരേണ്ട സാഹചര്യം ഉണ്ടായത് ഈ ബന്ധപ്പെട്ട MP-യുടെ ഭാഗത്ത് നിന്ന് വേണ്ട റെപ്രസെന്റേഷൻസ് മന്ത്രിയുടെ തലത്തിൽ ഉണ്ടായിരുന്നില്ല, പാർലമെന്റിൽ ഉണ്ടായില്ല എന്നുള്ളതല്ലേ നമ്മൾ ചിന്തിക്കുന്നത്. പ്രിസംഷൻ എന്താണ്? ഈ കാര്യം വേണ്ട രീതിയിൽ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് വിശ്വസിക്കാൻ വേണ്ടി. അതായത് വനം വകുപ്പ് മന്ത്രിയുടെയോ അഥവാ കേന്ദ്ര വനം വന്യജീവി വകുപ്പ് മന്ത്രിയുടെ ശ്രദ്ധയിലേക്ക് ഈ വിഷയം പെടുത്താൻ ഈ സിറ്റിംഗ് MP-ക്ക് കഴിയാതെ പോയി. അതാണ് BJP-യും പറയുന്നത്, ഒപ്പം CPM-ഉം പറയുന്നത്. ദിലീപ് കുമാർ, BJP-യും CPM-ഉം പറഞ്ഞു ഒഴിവാകുകയാണ്. ഇത് കേന്ദ്ര ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും വേണ്ട തീരുമാനങ്ങൾ സമയബന്ധിതമായി എടുക്കാൻ കഴിയാതെ പോയതിന്റെ ജാള്യത മറിക്കുന്നതിന് വേണ്ടിയിട്ടാണ് BJP പ്രതിനിധി അത്തരത്തിൽ പറയുന്നതെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഇത് ചെയ്യാൻ കഴിയുന്ന സാഹചര്യം കേന്ദ്ര ഗവൺമെന്റിനുണ്ട്, സംസ്ഥാന ഗവൺമെന്റിനുണ്ട്. അപ്പൊ ഒരു പ്രതിപക്ഷ MP എന്ന നിലയിൽ ഇത് ശ്രദ്ധയിൽപ്പെടുത്താൻ മാത്രമാണ് അദ്ദേഹത്തിന് സാധിക്കുക. അദ്ദേഹം അത് ചെയ്തിട്ടുമുണ്ട്. ശ്രദ്ധയിൽപ്പെടുത്തിയിട്ട് പരിഹാരം കാണാൻ കഴിയാത്ത ഏജൻസികൾ സെൻട്രൽ ഗവൺമെന്റും സ്റ്റേറ്റ് ഗവൺമെന്റും അത് അവരുടെ പരാജയം മറച്ചുവെക്കാൻ സിറ്റിംഗ് MP-യുടെ മേൽ അങ്ങനെയാണോ സംഭവിച്ചത്? ഇവിടെ രാഹുൽ ഗാന്ധി തന്നെയാണോ വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ടത്? അല്ല, ഒരിക്കലുമല്ല. കാരണം ഇത്രയേറെ വന്യമൃഗശല്യം അതിരൂക്ഷമായി നിൽക്കുന്ന സാഹചര്യത്തിൽ നിലവിൽ MP, ഏറ്റവും ദേശീയ നേതാവായിട്ടുള്ള നമ്മുടെ രാഹുൽ ഗാന്ധി MP ഈ നാടിനകത്തുള്ള ഈ വയനാട്ടിലെ ജനങ്ങളെ സംരക്ഷിക്കാൻ വേണ്ട എന്ത് പദ്ധതികൾക്കാണ് നേതൃത്വം കൊടുത്തത്? ഏതെങ്കിലും ഒരു പദ്ധതി, ഏതെങ്കിലും ഒരു ചെറിയ ഫെൻസിംഗ് എങ്കിലും അദ്ദേഹത്തിന്റെ ഇടപെടൽ കൊണ്ട് നമ്മുടെ വയനാട് ജില്ലയ്ക്ക് നേട്ടമുണ്ടായിട്ടുണ്ടോ? ഈ ഒരു 2 മാസത്തിനിടയ്ക്ക് 5 മരണങ്ങൾ ഉണ്ടായി. അദ്ദേഹം വന്ന് ആശ്വസിപ്പിച്ചു എന്നുള്ളത്
നേരായ കാര്യം തന്നെയാണ്. പക്ഷേ ആ ആശ്വസിപ്പിക്കുക മാത്രമല്ല, ഇനി നാളെ ഇത്തരത്തിലൊരു സന്ദർഭം ഉണ്ടാവാത്ത രീതിയിലുള്ള എന്ത് ഇടപെടലാണ് രാഹുൽ ഗാന്ധി നടത്തിയത് എന്നാണ് ഞങ്ങൾ സംസ്ഥാന സർക്കാർ എന്ത് ഇടപെടലാണ് നടത്തിയത്? സംസ്ഥാന സർക്കാർ വിവിധ പദ്ധതികൾക്ക് നേതൃത്വം കൊടുക്കുന്നുണ്ട്. ഏത് പദ്ധതി? ഇപ്പം നബാർഡിന്റെ ഫണ്ടിൽ ഉൾപ്പെടുത്തി 50 കോടി രൂപ 150 കോടി രൂപ 150 കോടി രൂപ ഈ 3 നിയോജക മണ്ഡലത്തിൽ നൽകിയിട്ടുണ്ട്. ഇപ്പൊ അതിന്റെ പദ്ധതിയുടെ നടത്തിപ്പ് പഞ്ചായത്ത് സംശയമല്ല. ഈ കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് വയനാട് മണ്ഡലത്തിൽ മാത്രം ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഒരു കാട്ടാൻ ഇറങ്ങാതിരിക്കാൻ വേണ്ടി കരിങ്കൽ ഭിത്തി കെട്ടിയിട്ട് മതിൽ കെട്ടിയിട്ടുണ്ടോ? സർ, ഫെൻസിംഗ് വാഗേരിയിൽ മൂടക്കൊല്ലി പ്രദേശത്ത് നിലവിൽ നമ്മുടെ ക്രാഷ് ഗാർഡ് ഫെൻസിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മുടെ വാഗേരി തൊട്ടടുത്ത പ്രദേശം നമ്മുടെ പൂതാടി ഗ്രാമപഞ്ചായത്തിൽ പ്രദേശത്തിനകത്ത് വാഗേരി ഭാഗത്ത് ഫെൻസിംഗ് ഉൾപ്പെടെയുള്ള നടപടികൾ കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചുകൊണ്ട് നടപ്പിലാക്കിയിട്ടുണ്ട്. അങ്ങനെ കോടിക്കണക്കിന് രൂപയുടെ പദ്ധതി നടപ്പിലാക്കിയിട്ടുണ്ടോ? എനിക്ക് ജയനോടാണ് ചോദിക്കാനുള്ളത്. ജയൻ രാഹുൽ ഗാന്ധിയുടെ മോശം പെർഫോമൻസിനെ പറ്റി പറഞ്ഞു. അതിനെ കൂട്ടി ഒരു മോശം പെർഫോമൻസും കൂടെ ഉണ്ട്. രാഹുൽ ഗാന്ധി പ്രൈവറ്റ് ബില്ല് ഒന്നും അവതരിപ്പിച്ചിട്ടില്ല. എനിക്ക് ജയനോടുള്ള ചോദ്യം എന്ന് പറയുന്നത്, രാഹുൽ ഗാന്ധി നിങ്ങളുടെ പ്രധാനമന്ത്രി കാൻഡിഡേറ്റ് ആണ്. ഇത്ര മോശം പെർഫോമൻസ് ഉള്ള ഒരു പ്രധാനമന്ത്രി കാൻഡിഡേറ്റിനെ സപ്പോർട്ട് ചെയ്യുന്ന നിങ്ങൾക്ക് വേണ്ടി എന്തിന് ജനങ്ങൾ വോട്ട് തരണം? രാഹുൽ ഗാന്ധി ഞങ്ങളുടെ പ്രധാനമന്ത്രി കാൻഡിഡേറ്റ് ആണ്. അങ്ങോട്ടാരാ പറഞ്ഞത്? രാഹുൽ ഗാന്ധി ഞങ്ങളുടെ പ്രധാനമന്ത്രി കാൻഡിഡേറ്റ് അല്ല. രാഹുൽ ഗാന്ധി ഞങ്ങളുടെ പ്രധാനമന്ത്രി കാൻഡിഡേറ്റേ അല്ല. ഇന്ത്യ മുന്നണിയുടെ നേതാവല്ലേ രാഹുൽ ഗാന്ധി? ഈ രാഹുൽ ഗാന്ധിയുടെ ഒപ്പമല്ലേ ബീഹാറിൽ നിങ്ങൾ കൈ ഉയർത്തിയത്? അതിന്റെ അർത്ഥം രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാണെന്നാണോ? അല്ല, പ്രധാനമന്ത്രി അവിടെ കൈ ഉയർത്തിയ എത്ര നേതാക്കന്മാരുണ്ട്. അവിടെ തേജസ്വിനി യാദവ് ഉണ്ട്, അവിടെ ഡി രാജയുണ്ട്, അവിടെ സീതാറാം യെച്ചൂരി ഉണ്ട്, അവിടെ നിരവധി നേതാക്കളുണ്ട്. രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണെന്നും പറഞ്ഞ് കോൺഗ്രസ്സുകാർ കഴിഞ്ഞ തവണ തെറ്റിദ്ധരിപ്പിച്ചു. ഇപ്രാവശ്യം കിഫയും അത് അങ്ങനെ തെറ്റിദ്ധരിപ്പിക്കുന്ന നിലപാടിലേക്ക് വരരുത്. കാരണം രാഹുൽ ഗാന്ധി കോൺഗ്രസിന്റെ പ്രധാനമന്ത്രി ആവണമെങ്കിൽ ഇവിടെ നിന്ന് പാർലമെന്ററി സംവിധാനമല്ലേ? ഇവിടെ പ്രധാനമന്ത്രിയെ കാണിച്ചുകൊണ്ടാണ് പാർലമെന്ററി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്. ആരാണോ മെജോറിറ്റി കിട്ടുന്നത് ആ പാർട്ടിയുടെ നേതാവായിരിക്കും പ്രധാനമന്ത്രി. മല്ലികാർജ്ജുൻ ഖാർഗെ പ്രധാനമന്ത്രി നേതാക്കൾക്ക് ബുദ്ധിമുട്ടുണ്ട്. അല്ല, ആരാണ് പ്രധാനമന്ത്രി? അത് പാർട്ടി തീരുമാനിക്കും സാർ. അറിയണ്ടേ? ജനങ്ങൾക്ക് അറിയണ്ടേ? ഇല്ല, നിങ്ങളുടെ അതല്ല, പാർലമെന്ററി ജനാധിപത്യത്തിൽ ഏത് നാട്ടിലാ പ്രധാനമന്ത്രി ആദ്യം പ്രഖ്യാപിക്കുന്നത്? അല്ല, ഇന്ത്യയിൽ ഇതിനു മുമ്പ് പ്രസിഡന്റ് അല്ലേ? അത് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പാ, ഇത് പാർലമെന്ററിയാ. ചേട്ടാ പറഞ്ഞാട്ടെ, എന്താ അവസ്ഥ? ഒറ്റ കാര്യമുള്ളൂ, നമ്മുടെ വയനാട്ടിലെ വന്യമൃഗശല്യം രൂക്ഷമായിരിക്കുകയാണ്. കേന്ദ്രത്തിൽ കോൺഗ്രസിന് ഭരണമില്ല, സംസ്ഥാനത്തും കോൺഗ്രസിന് ഭരണമില്ല. കേന്ദ്രത്തെ പറഞ്ഞേ അപ്പൊ ഉണ്ടായിരുന്നു. പക്ഷെ ഒരു കാര്യം പറയാം, സ്വന്തം തെറ്റ് മറയ്ക്കാൻ വേണ്ടി നാട്ടിലെ ജനങ്ങളെ കുരുതി കൊടുക്കുന്ന ഒരവസ്ഥ ഇവിടുത്തെ CPM ഭരിക്കുന്ന ഗവൺമെന്റിന്റെ ഭാഗത്തുണ്ട്. എന്തുകൊണ്ട് മുഖ്യമന്ത്രി അടക്കമുള്ള അല്ലെങ്കിൽ വനംവകുപ്പിന്റെ മന്ത്രി അടക്കമുള്ള ഒരാൾ പോലും ഈ ഇത്രയും പ്രശ്നം ഉണ്ടായിട്ട് പോലും വയനാട്ടിൽ വന്നില്ല? എന്തുകൊണ്ട് വന്നില്ല? 3 മന്ത്രിമാരുടെ ഒരു സംഘം ഇവിടെ വന്ന് എല്ലാ വിഷയങ്ങൾക്കും പരിഹാരം കാണുന്നതിന് ആവശ്യമായ നിലപാടുകൾ എടുത്തിട്ടുണ്ട്. രാഹുൽ ഗാന്ധി ഇന്ത്യൻ പാർലമെന്റിൽ എന്ത് നിലപാടാണ് ഈ വയനാട്ടിലെ കർഷകർക്ക് വേണ്ടിയിട്ട് എടുത്തുള്ളത്? 3 മന്ത്രിമാർ ഇവിടെ വന്ന നടപടി എടുത്തിട്ടുണ്ട്. എന്നാൽ സിറ്റിംഗ് MP രാഹുൽ ഗാന്ധി എന്ത് നടപടി എടുത്തു പാർലമെന്റിൽ? എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഒരു കാര്യം വ്യക്തതയോടെ പറയട്ടെ. 3 മന്ത്രിമാർ ഈ വയനാട് ജില്ലയിൽ വന്നത് എപ്പോഴാ? ഈ മരണം നടന്ന് ഇവിടെ ഇതിന്റെ എല്ലാ ഭാഗങ്ങളും തീർന്ന് കഴിഞ്ഞപ്പോൾ ജനകീയ പ്രക്ഷോഭങ്ങൾ നടത്തിയപ്പോൾ 2 മന്ത്രിമാരെ ഇടത്തും വലത്തും നിർത്തി വനം വകുപ്പ് മന്ത്രി കെട്ടിപ്പിടിച്ച് വയനാട്ടിൽ കയറി. എന്നിട്ട് എന്ത് പറഞ്ഞു? ഇവിടെ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഒരു യോഗം ചേർന്നു. അത് ഇവിടുന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ദിലീപേടൻ ഉൾപ്പെടെ MLA ഉൾപ്പെടെ അവിടെ തിരുവനന്തപുരത്ത് യോഗം ചേർന്ന് ഇവിടെ മന്ത്രിതല സംഘം വരും, കൃത്യമായ നിലപാടുകൾ സ്വീകരിക്കുമെന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ ആ മന്ത്രിതല സംഘത്തെ വരുത്താനുള്ള ഇടപെടൽ നടത്തി MLA അദ്ദേഹം വന്നപ്പോ ഈ കേരളത്തിലെയും വയനാട്ടിലെയും ജനതയെ ചതിക്കുന്ന നിലപാട് സ്വീകരിച്ച് ഇറങ്ങിപ്പോയി. അവരെന്തുകൊണ്ട് അവരോടൊപ്പം ഇരുന്ന് ചർച്ച ചെയ്യാനും ഈ വിഷയത്തിൽ പരിഹാരം ഉണ്ടാക്കാനും ശ്രമിച്ചില്ല? ഉത്തരം പറയണം, പുൽപ്പള്ളിക്കാരോട് പറയണം. ഉത്തരം പറയണം. എന്തുകൊണ്ട് MLA പോയി നിങ്ങൾക്ക് വിഷമമില്ലാത്ത? MLA പോയാലും വിഷമമുണ്ട്. ഒരു ചോദ്യം അങ്ങോട്ട് ചോദിക്കുന്നത്, ഇവിടുന്ന് 18 MP കോൺഗ്രസിന്റെ MP പോയിട്ടുണ്ട്. ഈ നമ്മുടെ MP, ഇവിടുത്തെ MP ഇവിടെ BJP-ക്കെതിരെയാണ് മത്സരിക്കുന്നത്, പ്രവർത്തിക്കുന്നു പറയുന്നു. മുഖ്യമന്ത്രി ഇന്ത്യൻ പ്രധാനമന്ത്രി ആകാൻ വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത്. അദ്ദേഹം അങ്ങനെയാണെങ്കിൽ ഈ കോൺഗ്രസ്സുകാരൻ ഡീസന്റ് ഉള്ളവരാണ് ചെയ്യേണ്ടത് എന്താണ്? നരേന്ദ്രമോദി എവിടെ മത്സരിക്കുന്നു അവിടെ പോയിട്ട് ചങ്കുരത്തോട് മത്സരിക്കണം, അല്ലെങ്കിൽ BJP മത്സരിക്കുന്നിടത്ത് പോയി മത്സരിക്കണം. അല്ലാണ്ട് ഇവിടെ വന്നല്ല മത്സരിക്കട്ടെ. വയനാട്ടിലെ MP ശരിക്കും പരാജയമാണ്. കേരളത്തിൽ നിന്ന് മാത്രമല്ല, ഇവിടെ വയനാട്ടിലെ MP-നെ കൊണ്ട് യാതൊരുവിധ ഗുണവും ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. സത്യമാണ്.
കോട്ടയത്ത് മാത്രം ഒതുങ്ങിക്കുന്ന ഒരു പാർട്ടി, ചിന്ന ഭിന്നമായ ഒരു പാർട്ടി, അതിന്റെ നേതാവാണ് പുള്ളി. പുള്ളിക്ക് ഇവിടെ മുട്ട രാഷ്ട്രീയമില്ല, കോട്ടയം മുട്ട രാഷ്ട്രീയമില്ല. കേരള കോൺഗ്രസ് മാണിയുടെ ആളാ. ഇതുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ മുഖ്യമന്ത്രി ഒരു വാക്കുരിയാടിയോ? ഒരു വാക്ക് പറഞ്ഞു. ശരി, നമുക്ക് ഒന്ന് പാനലിൽ പോയിട്ട് വരാം. പറഞ്ഞോ. ഇവിടെ തൊട്ടടുത്ത് നമ്മുടെ സഹോദരനെ ആനയെ ആക്രമിച്ച് കൊന്നപ്പോഴ് അതിന്റെ 3 കിലോമീറ്റർ അകലെ കിടന്ന ഭരണകക്ഷിയുടെ MLA ആയ OR കേളു എത്ര നാള് കഴിഞ്ഞിട്ട് ആ വീട്ടിലേക്ക് തിരിഞ്ഞു നോക്കുകയും ചെയ്തിട്ടില്ല. വീട്ടിൽ കയറിയില്ല. പിന്നെ അതുപോലെ തന്നെ തൊട്ടടുത്ത മണ്ഡലമായ മാനന്തവാടി നിയോജക മണ്ഡലത്തിന്റെ MLA OR കേളു ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കിയില്ല. അതുപോലെ തന്നെ ഒരു മന്ത്രി ഇവിടെ വന്നിട്ട് പറഞ്ഞു, ഇവിടുത്തെ ജനങ്ങൾ ജീവിക്കുന്നത് പശുവിനെ വളർത്തിയിട്ടാണ് ജീവിക്കുന്നത്, മൃഗങ്ങളെ വളർത്തി ജീവിക്കുന്നത്. ഇവിടെ ആരും വനാതിർത്തിയില് മൃഗങ്ങളെ വളർത്താൻ പാടില്ല. ബൈക്കൊന്ന് വിടുവോ? ഒരു കാര്യം പറയാം. ഓക്കെ ചേട്ടാ, ഒരു നിമിഷം. പക്ഷേ ചേട്ടൻ പറഞ്ഞാൽ അങ്ങനെയല്ല, തദ്ദേശ വകുപ്പ് മന്ത്രി തിരുത്തിയിട്ടുണ്ട്. ഒരു നിമിഷം, ജയനോടുള്ള ചോദ്യത്തിന് മറുപടി. ജയൻ നോക്കൂ, ഇവിടെ സ്ഥിരമായി ചോദിക്കുന്ന ചോദ്യങ്ങളിൽ ഒന്നാണ്, എന്തുകൊണ്ടാണ് 3 അംഗ മന്ത്രി സമിതിക്ക് വരാൻ ഇത്ര സമയമെടുക്കേണ്ടി വന്നത്? എന്തുകൊണ്ടാണ് വനംവകുപ്പ് മന്ത്രി ബാക്കിയെല്ലാം നിർത്തിവെച്ച് ഈ വയനാട്ടിലേക്ക് ഓടി എത്തേണ്ടായിരുന്നോ? ഇവിടെ വന്ന് കാര്യങ്ങൾ ചർച്ച ചെയ്യേണ്ടായിരുന്നോ? അതിനുവേണ്ടി ഒരു പ്ലാൻ നോക്കൂ. ഏറ്റവും ഒടുവിലാണ് ഇപ്പോൾ ഈ 5 പേരെ, സംസ്ഥാനമൊട്ടാകെ 8 പേരെ കഴിഞ്ഞ് 2 മാസത്തിനിടയിൽ വിവിധ വന്യജീവി ആക്രമണങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടതിന് ശേഷമാണ് ദുരന്ത നിവാരണ അതോറിറ്റിയുടെ കീഴിൽ പ്രത്യേക ദുരന്തമായി പ്രഖ്യാപിച്ചത്. ഇതെന്തുകൊണ്ടാണ് കഴിഞ്ഞ 1 മാസം മുമ്പ് ജീവൻ അങ്ങനെ തീരുമാനമെടുത്തിരുന്നെങ്കിൽ പോൾ ഇന്ന് ജീവനോടെ ഉണ്ടാകുമായിരുന്നു, അജീഷ് ജീവനോടെ ഉണ്ടാകുമായിരുന്നു, ഇന്നലെ വത്സ് ജീവനോടെ ഉണ്ടാകുമായിരുന്നു, കക്കേത്ത് എബ്രഹാം ജീവനോടെ ഉണ്ടാകുമായിരുന്നു. അപ്പോൾ ഈ സർക്കാരിന് ഈ മലയോര കർഷകരെ കുറിച്ച് ഒരു ബോധവുമില്ല, അവരോട് ഒരു തരിമ്പ് പോലും കരുണയുമില്ല എന്ന് പറയുന്നതിൽ കാര്യമുണ്ട് സാർ. അങ്ങനെ പറയുന്നതിൽ കാര്യമില്ല. കാരണം വനം വന്യജീവി കേന്ദ്ര വനം വന്യജീവി സംരക്ഷണ നിയമമാണ്. കേന്ദ്ര വനം വന്യജീവി സംരക്ഷണ നിയമം 1972 ശ്രീമതി ഇന്ദിരാഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരിക്കുമ്പോൾ നടപ്പിലാക്കിയതാണ്. ആ നിയമത്തിൻ്റെ പരിമിതികളുണ്ട്. ഇവിടെ ബഹുമാനപ്പെട്ട ആളുകൾ ചൂണ്ടിക്കാണിച്ചതുപോലെ വനം വകുപ്പ് മന്ത്രി സമയബന്ധിതമായി വരുന്നതിന് കാലതാമസം ഉണ്ടായിട്ടുണ്ട് എന്ന വിമർശനത്തെ ഞങ്ങൾ അംഗീകരിക്കുന്നു. എന്നാൽ ഈ സംഭവം ഉണ്ടായതിൻ്റെ പിറ്റേ ദിവസം തന്നെ ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ മുഖ്യമന്ത്രി വയനാട്ടിലെ 3 MLA-മാരെയും IC ബാലകൃഷ്ണൻ, OR കേളു, അതുപോലെ തന്നെ T സിദ്ദിഖ് ഉൾപ്പെടുന്ന 3 MLA-മാർ, ഇൻസിഡന്റ് നടന്നിട്ടുള്ള പഞ്ചായത്ത് പ്രസിഡന്റുമാരുൾപ്പെടെ തിരുവനന്തപുരത്ത് യോഗം വിളിച്ചു ചേർത്ത് 27 കാര്യങ്ങൾ നടത്തുന്നതിന് വേണ്ടി തീരുമാനമെടുക്കുകയും അതിനകത്ത് 15 കാര്യങ്ങൾ നടപ്പിലാക്കപ്പെടുകയും അതിന് വയനാട് ജില്ലയ്ക്ക് പ്രത്യേകമായി ഒരു CCF-നെ നിയമിക്കുകയും ഒക്കെ ചെയ്ത കാര്യങ്ങളുണ്ട്. ഈ കഴിഞ്ഞ ദിവസം വയനാട് ജില്ലാ കലക്ട്രേറ്റിൽ ആ മുഖ്യമന്ത്രിയുടെ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ യോഗം ചേർന്നു. ആ യോഗം പുതിയ കുറേ തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. ആ തീരുമാനങ്ങൾ ഓരോന്നായിട്ട് ഞാൻ നോട്ട് ചെയ്തതിൻ്റെ സമയമില്ലാത്തതുകൊണ്ട് ഞാനത് വ്യാഖ്യാനത്തിലേക്ക് പോകുന്നില്ല. പക്ഷേ ഒരു വിമർശനമുള്ളത്, ആ യോഗത്തിൽ സുൽത്താൻ ബത്തേരി നിയോജകമണ്ഡലം MLA ബഹുമാനപ്പെട്ട IC ബാലകൃഷ്ണൻ പങ്കെടുത്തിട്ടില്ല. കാരണം ജില്ലയെ സംബന്ധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്, അദ്ദേഹം അത് പങ്കെടുത്തിട്ടില്ല. ഞങ്ങൾ വീണ്ടും ആവർത്തിച്ച് പറയുന്നു, സംസ്ഥാന ഗവൺമെൻറ് പറ്റാവുന്ന രൂപത്തിൽ ഇടപെടലുകൾ ചെയ്യുന്നുണ്ട്. സുൽത്താൻ ബത്തേരിയിൽ നിന്നും മൂടക്കൊല്ലിയിലേക്ക് 13 കോടി രൂപ മുടക്കി റെയിൽ ഫെൻസിങ് തീർത്തിട്ടുണ്ട്. വയനാടിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ ഹാങ്ങിങ് ഫെൻസിങ് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. 19 സ്ഥലത്ത് നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവൃത്തികൾ ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട്. വൈത്തിരി ഒരു ഗ്രാമപഞ്ചായത്ത്, വൈത്തിരി ഒരു ഗ്രാമപഞ്ചായത്ത്, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നേതൃത്വം കൊടുക്കുന്ന ഒരു ഗ്രാമപഞ്ചായത്ത് പഞ്ചായത്തിന്റെ പണവും സ്വകാര്യ വ്യക്തികളുടെ പണവും സംഘടിപ്പിച്ച് ഈ ആന ഇറക്കുന്ന പ്രദേശത്ത് സ്വന്തമായി ഫെൻസിങ് തീർത്ത് കേരളത്തിൽ തന്നെ മാതൃകയായിട്ടുള്ള പ്രവർത്തനം നടത്തിയത് കൂടി ദിലീപ് കുമാറിന്റെ മറുപടി. MLA എന്തുകൊണ്ട് വളരെ നിർണായകമായ ഒരു ചർച്ചാ സമയത്ത് അവിടെ ഉണ്ടായിരുന്നു? എനിക്ക് സൂചിപ്പിക്കാനുള്ള അജിത്ത് പറഞ്ഞ കാര്യത്തിൽ ഒരു തിരുത്താണ്. ഈ ഇൻസിഡന്റ് നടന്ന പഞ്ചായത്തിലെ പ്രസിഡന്റ് എന്ന നിലയിൽ എന്നെ ആ മീറ്റിംഗിലേക്ക് തിരുവനന്തപുരത്തേക്ക് വിളിച്ചു എന്ന് പറയുന്നത് തെറ്റാണ്. എന്നെ വിളിച്ചിട്ടില്ല. ഒന്നത്. മറ്റൊന്ന്, 3 മന്ത്രിമാർ വന്നു. 3 മന്ത്രിമാർ വന്ന് സംസാരിക്കുമ്പോൾ വിളിച്ചിട്ടില്ല. ഇൻസിഡന്റ് നടന്ന പഞ്ചായത്ത് പ്രസിഡന്റിനെ വിളിക്കണമായിരുന്നു, വിളിച്ചിട്ടില്ല. അവിടെ പൂതാടി പ്രസിഡന്റാണ് പങ്കെടുത്തത്, അതിൽ ആക്ഷേപമില്ല. പക്ഷേ 3 മന്ത്രിമാർ ഇവിടെ പങ്കെടുത്ത് സംസാരിച്ചതിൽ പ്രധാനമായി പറഞ്ഞ കാര്യം, നമ്മൾ ഈ പശുക്കളെയൊക്കെ പിടിച്ചുകൊണ്ട് പോകുന്നതിനെ സംബന്ധിച്ച് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി പറഞ്ഞു. അതൊരു ആക്ഷേപം. ഞാൻ ആ യോഗത്തിലുണ്ട്. ഈ പശുക്കളെ വളർത്തുന്നത് നിർത്തിയാൽ, നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ അത് നിർത്തിയാൽ, കോടിക്കണക്കിന് രൂപയുടെ പദ്ധതി ഉപജീവനത്തിന് വേണ്ടി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വയനാട്ടിൽ നടത്തുന്നുണ്ട്. ആ പദ്ധതി നിർത്തിയാൽ, മൃഗങ്ങളെ പിടിക്കുന്ന പശു വളർത്തുന്ന അടക്കമുള്ള കണ്ടിട്ടുണ്ടെങ്കിൽ മൃഗങ്ങളെ വളർത്തുന്നത് നിർത്തിയാൽ മതി എന്നാണ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി പറഞ്ഞത്. ഞാൻ ആ യോഗത്തിൽ പങ്കെടുത്തു. പിന്നെ ഇവിടെ ഒരു മാതൃക പറഞ്ഞു ഒരു പഞ്ചായത്തിന്റെ. ഇവിടെ വയനാട് ജില്ലാ പഞ്ചായത്ത് 150 കോടി രൂപയുടെ പദ്ധതി ആവിഷ്കരിച്ചു.
150 കോടിയുടെ പിന്നെ വന്യമൃഗ പ്രതിരോധ പ്രവർത്തനത്തിന് വേണ്ടി RIDF-ല് വിഹിതം കൊടുത്തുകൊണ്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നടത്തുന്ന പദ്ധതിയാണ്. ആ 150 കോടിയുടെ പ്രപ്പോസല് ഇപ്പൊ ഗവൺമെന്റിലേക്ക് പോവുകയാണ്. നബാർഡിന്റെ സഹായത്തോടുകൂടി വയനാട് ജില്ലാ പഞ്ചായത്തിൽ നിന്ന് പ്രപ്പോസൽ പോയാൽ നമുക്ക് ഇവിടെ തുടങ്ങാൻ കഴിയും. മുമ്പ് IC ബാലകൃഷ്ണൻ MLA ഇവിടെ പ്രവർത്തിച്ച സമയത്ത് 16 കോടി രൂപയുടെ കൽമതിൽ ഇവിടെ തീർത്തിട്ടുണ്ട്. നിരവധി പദ്ധതി തീർത്തിട്ടുണ്ട്. അപ്പൊ ഈ കൽമതിൽ തീർത്തിട്ടുണ്ടോ? ഇവിടെ തരം വിഷയം ഈ പഞ്ചായത്തിൽ ഒരു 4 ലൈറ്റ് ഇടാൻ ഞാൻ യോഗത്തിൽ പോയി പറഞ്ഞതാണ്. വന്യമൃഗ ശല്യത്തിൽ പഞ്ചായത്ത് 4 ലൈറ്റ് ഇട്ടോന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് ചോദിക്കുക. ആണോ? അതായത് സംസ്ഥാന ഗവൺമെന്റ് ഒരു നെറ്റിയെ പോറാൻ 5 പൈസ കൊടുക്കാതെ ഖജനാവ് കാലിയായി ചെലന്തി വല അരിക്കുകയാണ്. കേരളത്തിലെ ഖജനാവെല്ലാം ചെലന്തി വല അരിക്കുന്ന ഒരു സന്ദർഭമാണ്. അവിടെ പൂച്ച വെറ്റ് കിടക്കുകയാണ്. അതുകൊണ്ട് ഞങ്ങൾ പ്ലാൻ ഫണ്ടിൽ വെച്ച പദ്ധതി മാറ്റി റിവിഷനില് ഓൺ ഫണ്ട് വെച്ചുകൊണ്ട് ഇവിടെ ലൈറ്റ് ഇടുന്നതിന് വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. ഒരാഴ്ച കൊണ്ട് ഞങ്ങൾ ആ ലൈറ്റ് ഇടും. ഓക്കെ, ഞാനൊന്ന് ഗോപിനാഥിലേക്ക് കൂടി പോയി വരാം. ശ്രീ ഗോപിനാഥ്, 2 പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. എന്തുകൊണ്ട് ബി ജെ പിക്ക് ഒരു വോട്ട് ബാങ്ക് വയനാട് പ്രതീക്ഷിക്കുന്നുണ്ടോ? നിങ്ങൾ സ്ഥാനാർത്ഥി നിർത്തുന്നുണ്ടല്ലോ അല്ലേ ബി ജെ പിക്ക്? ഉണ്ട്. അപ്പോൾ ബി ജെ പിക്ക് എന്തുകൊണ്ട് വോട്ട് ചെയ്യണമെന്ന ചോദ്യം പ്രസക്തമാണ്. വന്യജീവി സംഘർഷങ്ങളിൽ കേന്ദ്ര സർക്കാരിൻ്റെതായിട്ടോ ബി ജെ പിയുടേതായിട്ടോ ഒരു പ്രതികരണവും ഇതുവരെ കാര്യമായി വന്നിട്ടില്ല. എക്സെപ്റ്റ് ആ പറയുന്ന മന്ത്രി ഇവിടെ എത്തി CCF-നെ വെടിവെക്കാനുള്ള അധികാരമുണ്ട് എന്ന് പറഞ്ഞു പോയത് ഒഴിച്ചു നിർത്തിയാൽ എന്തിനാണ് നിങ്ങളെ വോട്ട് ചെയ്യേണ്ടത്, വിജയിപ്പിക്കേണ്ടത്? ഞങ്ങളെ വോട്ട് ചെയ്ത് ജയിപ്പിക്കേണ്ട ആവശ്യം വയനാടിന്റെ പ്രശ്നങ്ങൾ പാർലമെന്റിൽ അറിയിക്കണമെങ്കിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രാതിനിധ്യം വയനാടിന്റെ പ്രാതിനിധ്യം വേണം. നമ്മുടെ MLA അമേഠിയിൽ മത്സരിച്ച് തോറ്റൊരു MP-യെ ജയിപ്പിക്കാനായി ഇവിടെ കൊണ്ടുവന്ന് നിർത്തിയത് കൊണ്ട് വയനാട്ടിന്റെ ഒരു കാര്യവും പാർലമെന്റിൽ അവതരിക്കപ്പെട്ടിട്ടില്ല എന്ന് ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. വയനാടിന്റെ പ്രശ്നം പാർലമെന്റിൽ മുഴങ്ങണമെങ്കിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രാതിനിധ്യം പാർലമെന്റിൽ വേണം. അത് തന്നെയാണ് ഭാരതീയ ജനതാ പാർട്ടി പറയുന്നത്. വയനാട്ടിൽ ഭാരതീയ ജനതാ പാർട്ടി വിജയിക്കണം. അപ്പം വന്യജീവി ആക്രമണത്തോടൊപ്പം ന്യൂനപക്ഷങ്ങൾക്കുള്ള ആക്രമണത്തെ പിന്നെ ആര് ചെറുക്കും? ന്യൂനപക്ഷത്തിന്റെ ആക്രമണം വയനാട് ജില്ലയിലില്ല. എവിടെയുണ്ടോ? ന്യൂനപക്ഷങ്ങൾക്കെതിരായിട്ട് വല്ല ആക്രമണം നടത്തിയിട്ടുണ്ടോ? ന്യൂനപക്ഷങ്ങൾക്കെതിരെയുള്ള ആക്രമണം എന്നുള്ളത് മാധ്യമ സൃഷ്ടിയാണ്. നമ്മൾ എന്താ കാണുന്നത് പത്രത്തിൽ? ന്യൂനപക്ഷങ്ങൾ ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് അനുദിനം ആകർഷിക്കപ്പെടുകയാണ്. ന്യൂനപക്ഷത്തിലുള്ള ആളുകളാണ് ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് വരുന്നത്. അബ്ദുള്ള കുട്ടിയെ പോലെ 1000 അബ്ദുള്ള കുട്ടിമാർ വരുന്നുണ്ട്. BJP എന്ന് പറയുന്ന പാർട്ടി ഇവിടെ കോർപ്പറേറ്റ് മാനേജ്മെന്റുകളെ സംരക്ഷിക്കുന്ന പാർട്ടിയാ, പാവപ്പെട്ടവരുടെ പാർട്ടിയല്ല. അവരിതേ പറയുള്ളൂ, ഇവർക്ക് ഇതേ പറയാൻ പറ്റൂ. പാവപ്പെട്ട ജനങ്ങൾ ഇതല്ലേ മൻമോഹൻ സിംഗും പറഞ്ഞത്? മൻമോഹൻ സിംഗ് ഇതേ കാര്യമല്ലേ പറഞ്ഞത്? ഒരു നിമിഷം, ഞാൻ അങ്ങോട്ട് വരാം. ഒരു പ്രതികരണം കൂടി എടുത്തിട്ട് വരാം. ചേട്ടാ ചൂടാമാതിരി. ഓക്കെ, പറഞ്ഞോ. ചോദ്യം നമ്മുടെ പറഞ്ഞോ. ഒരു വലിയ പ്രശ്നം എന്ന് പറയുന്നത് വന്യജീവി സംരക്ഷണ നിയമം കാലാകാലങ്ങളിൽ മോഡിഫൈ ചെയ്യാത്തതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വന്യജീവി സംരക്ഷണം മോഡിഫൈ ചെയ്ത് നമ്മുടെ ഇവിടെ വനത്തിന് പുറത്തിറങ്ങുന്ന വന്യജീവികളെ ഏത് രീതിയിൽ കൈകാര്യം ചെയ്യാനുള്ള അവകാശം ജനങ്ങൾക്ക് നൽകുന്ന തരത്തിലുള്ള ബില്ല് ഉന്നയിക്കുമെന്ന് നിങ്ങളുടെ പ്രകടന പത്രികയിൽ നിങ്ങൾ 3 പേര് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. 1972 വനനിയമം. ചേട്ടൻ്റെ അടുത്തേക്ക് വരാം. ആരാ അവിടെ? എന്തായാലും ഞങ്ങൾക്ക് 2 ചോദ്യം ചോദിക്കാനുള്ളത്. ഒന്ന്, ഇടതുപക്ഷത്തിന്റെ ആൾക്കാരോടും കോൺഗ്രസ്സുകാരോടുമാണ് ചോദിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം പാർലമെന്റ് തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി രാഹുൽ ഗാന്ധി വന്നു ജയിപ്പിക്കാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കണമെന്ന് സാധാരണക്കാരത്തിൽ പെട്ടുപോയി, കമ്മ്യൂണിസ്റ്റുകാർ അടക്കം പെട്ടുപോയി വോട്ട് ചെയ്ത് ജയിപ്പിച്ചു. ഇപ്രാവശ്യം നിങ്ങൾക്ക് അങ്ങനെ പറയാൻ ധൈര്യമുണ്ടോ ദിലീപേട്ട? ഈ രാഹുൽ ഗാന്ധിനെ ഇവിടെ കൊണ്ടു നിർത്തി ഭാരതത്തിന് പ്രധാനമന്ത്രിയാവെന്ന് പറയാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? ഒന്ന്, അങ്ങനെ ജയിപ്പിച്ച ഒരു MP-യെ കൊണ്ട് എന്ത് ഗുണം ഈ നാടിനുണ്ടായി എന്ന് ദിലീപേട്ടൻ അക്കമിട്ട് പറയാൻ പറ്റുമെങ്കിൽ ദിലീപേട്ടൻ പറയുന്നത് അനുസരിക്കാം. അതേപോലെ CPM-ന്റെ പ്രതിനിധിയോട് ചോദിക്കാനുള്ളത്, ഈ നിയമമൊക്കെ ഇന്നും ഇന്നലെ മാറ്റിയതല്ല. 72 തൊട്ടുള്ള നിയമങ്ങൾ പറഞ്ഞു ഇവിടെ. ആ സമയത്തൊക്കെ ഈ വന്യമൃഗങ്ങളെ വെടിവെച്ച് കൊന്നിട്ടുമുണ്ട്. ചരിത്രം നമുക്കറിയാം. ആ നിയമം നിലനിൽക്കുമ്പോൾ തന്നെ എന്തുകൊണ്ട് സംസ്ഥാനത്ത് നടപ്പിലാക്കുന്നില്ല എന്നാണ് BJP-ക്ക് ചോദിക്കാനുള്ളത്. ആ ചോദ്യത്തിനുള്ള മറുപടിയോട് കൂടി നമുക്ക് ഇടവേളയ്ക്ക് പോകണം. അതിന് മുമ്പ് ഞാൻ ഒരു പ്രതികരണം കൂടി എടുക്കാം. പറഞ്ഞോ സാറിനോട്. സാറേ, എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. ഞാൻ ഈ കർഷക സമരത്തിൽ പങ്കെടുത്ത് കേസിൽ പ്രതിയായ ആളാണ്. ഞങ്ങളെ പോലെയുള്ള ആളുകൾ എന്തുകൊണ്ടാണ് കൃത്യസമയത്ത് നഷ്ടപരിഹാരം കിട്ടാതെ സമരം ചെയ്യേണ്ട ആവശ്യം വന്നു? 10 ലക്ഷം കൊടുക്കാമെന്നും 50 ലക്ഷം രൂപയ്ക്ക് ശുപാർശ ചെയ്തെന്നും പറഞ്ഞു. അത് കൃത്യസമയത്ത് എന്തുകൊണ്ട് കൊടുക്കാൻ പറ്റില്ല? അത് എപ്പോഴാണ്, എത്ര പ്രാവശ്യം സമരം ചെയ്തിട്ടാണ് ചെയ്താക്കണത്? ഇതാ ഞാൻ കേസിൽ പ്രതിയായ എൻ്റെ ലിസ്റ്റാണിത്. എൻ്റെ പശുവിനെ പിടിച്ച് 15-ാം തീയതി കൃത്യമായിട്ട് പോലീസിനും വനംവകുപ്പിനും ഇത് കൊടുത്തു, റിപ്പോർട്ട് കൊടുത്തിട്ട് ആരും വന്നിട്ടില്ല. 17-ാം തീയതി എൻ്റെ കിടാവിനെ കടുവ പിടിച്ചപ്പോൾ അന്ന് ഞാൻ സമരം ചെയ്യാൻ വന്നു. അന്ന് 3 പാർട്ടികളും ഇവിടെ കേസ് വന്നു. അല്ല, 3 പാർട്ടികൾ ആഹ്വാനം ചെയ്ത ഹർത്താലാണ്. ഈ ഒരു ഹർത്താൽ ആഹ്വാനം ചെയ്ത പൊതുമുതൽ നശിപ്പിച്ച ആർക്കാണ് ഉത്തരവാദിത്തം? ഹർത്താൽ നടത്തിയവർക്കെതിരെ കേസ് എടുത്തിട്ടുണ്ടോ? ഇല്ല. ഞാൻ എന്നെ പോലെ കർഷകരെല്ലാം കേസ് എടുത്താണോ? സത്യമായ കാര്യമാണ്. കാരണം എന്താ വെച്ചാൽ
ഇതില് കേസിൽ അകപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഇവരെല്ലാവരും ആദ്യം പറഞ്ഞു കേസെടുക്കരുത് എന്ന് പറഞ്ഞു. ഞങ്ങളിവിടെ ആൾക്കാർ സമരം ചെയ്തത് ഇവർക്ക് ന്യായമായ നഷ്ടപരിഹാരം കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതിന് വരെ സമരം ചെയ്യേണ്ട ആവശ്യമാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. എന്നിട്ട് ഈ കേസ് ഒഴിവാക്കി തരാൻ പോലും ഈ 3 ഭരിക്കുന്ന പാർട്ടികൾ ആൾക്കാർക്കും സന്നദ്ധമായിട്ടില്ല. ഒരു പ്രതികരണം കൂടി നമുക്ക് കേൾക്കാം. കേട്ടോ. ഈ കഴിഞ്ഞ ഫെബ്രുവരി 17-ാം തീയതി പുൽപ്പള്ളിയിൽ വന്യമൃഗശല്യവുമായി ബന്ധപ്പെട്ട് ഇവിടുത്തെ BJPയും കോൺഗ്രസും LDFും ചേർന്ന് ഇവിടെ ഹർത്താൽ ആഹ്വാനം ചെയ്തു. ആ ഹർത്താലിൽ പങ്കെടുത്ത പാവപ്പെട്ട ആൾക്കാരെ അവരവരുടെ ജോലിയും അവരുടെ അന്നത്തെ അന്നത്തിനുള്ള ഇതെല്ലാം മാറ്റിവെച്ചുകൊണ്ട് ഹർത്താലിൽ പങ്കെടുക്കുകയും ഇവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടി വാദിക്കുകയും ചെയ്തപ്പോൾ ഇവിടെ അവരെ പറ്റി ഇവിടെ ഉണ്ടായ രാഷ്ട്രീയ കക്ഷികൾ പറഞ്ഞത് അവരിവിടെ ഭീകര പ്രസ്ഥാനങ്ങളാണ്, അവരിവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി വന്നതാണ് എന്നാണ് പറയുന്നത്. എനിക്ക് ഈ വിഷയത്തിൽ ജയനോട് ചോദിക്കാനുള്ളത്, അങ്ങനെ ഒരു വിഷയം ഈ പ്രശ്നവുമായി ബന്ധപ്പെട്ട് ഇവിടെ ഉണ്ടായെങ്കിൽ എന്തുകൊണ്ട് അവർക്കെതിരെ നടപടി എടുക്കാതെ പാവപ്പെട്ട ആൾക്കാർക്കെതിരെ നടപടി എടുക്കുന്നു? ഓക്കെ, ഒരു ചോദ്യം കൂടി ചോദിച്ചോ. ഇവിടെ വനജീവി വന്യജീവിയല്ല പ്രശ്നം, ഇവിടെ പ്രശ്നം മനസ്സിലായി. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, വളരെ പെട്ടെന്ന് ഇടവേളയ്ക്ക് വരാം. ഇടവേള കഴിഞ്ഞാൽ ഈ ചോദ്യങ്ങൾക്കുള്ള മറുപടി നമ്മുടെ അതിഥികൾ നൽകും. ഷോർട്ട് ബ്രേക്ക്. വെൽക്കം ബാക്ക്. റിപ്പോർട്ടർ കുരുക്ഷേത്രം തത്സമയം പുൽപ്പള്ളിയിൽ നിന്നും വയനാട്ടിൽ നിന്നുമാണ് പ്രേക്ഷകർക്കൊപ്പം ചേരുന്നത്. വയനാട്ടിലെ ലോക്സഭാ MPക്ക് എന്താണ് പ്രധാനപ്പെട്ട യോഗ്യതയായി ഉണ്ടായിരിക്കേണ്ടത് എന്നതാണ് ഇവിടുത്തെ വോട്ടർമാർ ചോദിക്കുന്നത്. വയനാട് സൗന്ദര്യമുള്ള സ്ഥലം, ഒരു ലോക വിനോദസഞ്ചാര ഭൂപടത്തിനിടം നേടിയതിടം തള്ളിമറിക്കുമ്പോൾ വയനാട്ടിലെ സാധാരണക്കാരുടെ ജീവിതം, അവരുടെ ജീവിതം വന്യജീവി ഭീതിയിൽ നിന്ന് ഒഴിയുന്നുണ്ടോ എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അങ്ങനെ പാർശ്വവൽക്കരിക്കപ്പെട്ടു പോകുന്ന ഒരു സമൂഹമായി വയനാട് മാറരുത്. ഈ ചർച്ചയും അതിനുവേണ്ടിയാണ്. നമ്മൾ അതിഥികളിലേക്ക് കൂടി ഒരു റൗണ്ട് പോയി വരാം. വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് ഇവിടെ ഉയർന്നു കേട്ടത്. അതിൽ താങ്കളോട് ഈ പ്രതിനിധി ചോദിച്ച ചോദ്യത്തിനുള്ള മറുപടി, ഒപ്പം സാധാരണക്കാരായ കർഷകരെ ഈ കേസിൽപ്പെടുത്തുന്നത് എന്തുകൊണ്ട് എന്ന വളരെ പ്രധാനപ്പെട്ട ചോദ്യം. ഈ ചെറുപ്പക്കാരന് PDPP ആക്ട് ആണ്, ഈ ചെറുപ്പക്കാരൻ ചെയ്ത് എന്തോ കുറ്റകൃത്യം? 3 പേരെ അറസ്റ്റ് ചെയ്താക്കണേ. എന്റെ ചേട്ടനും ഞങ്ങൾ 3 സഹോദരങ്ങളെ ഞാൻ നഷ്ടപരിഹാരം വേണ്ടെന്ന് വെച്ചിട്ടുണ്ട്. പിന്നെ 10 ലക്ഷം രൂപ നഷ്ടപരിഹാരം നിങ്ങൾ കൊടുക്കുന്നു പറയുന്നുണ്ട്. 50 ലക്ഷം ശുപാർശ. അത് എത്ര സമരം ചെയ്തിട്ട് എന്തുകൊണ്ട് ആദ്യം തന്നെ ആ നടപടി സ്വീകരിക്കാൻ പറ്റും? ശരി. അപ്പൊ PDPP ആക്ട് കർഷകരെ ദ്രോഹിക്കുന്നുണ്ടോ? അദ്ദേഹത്തിന്റെ ചോദ്യത്തിന്റെ മറുപടി, ഈ നഷ്ടപരിഹാരം കൊടുത്തത് സമരം ചെയ്തിട്ടാണ് എന്നുള്ളത് അദ്ദേഹത്തിന്റെ ബോധ്യമാണ്. സമരത്തിലൂടെ അല്ല നഷ്ടപരിഹാരം കൊടുത്തിട്ടുള്ളത്. ഇപ്പൊ ഡിസംബർ മാസം 9-ാം തീയതിയാണ് പൂതാടി പഞ്ചായത്തിൽ, എൻ്റെ പഞ്ചായത്തിൽ പ്രജീഷ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനെ കടുവ പിടിച്ചത്. സമരം ചെയ്തിട്ടല്ല 10 ലക്ഷം രൂപ കൊടുത്തത്. സമരം ചെയ്തത് 50 ലക്ഷം രൂപ വേണമെന്ന് പറഞ്ഞുകൊണ്ടാണ്. 10 ലക്ഷം രൂപ ഓൾറെഡി കൊടുക്കുന്നതിന് വേണ്ടി തീരുമാനം കേരളത്തിലുണ്ട്. ആ 10 ലക്ഷം രൂപ കൊടുക്കുകയും ബാക്കി 40 ലക്ഷം രൂപയ്ക്ക് കലക്ടർ അധ്യക്ഷയായിട്ടുള്ള ജില്ലാ ഭരണകൂടം ഗവൺമെന്റിലേക്ക് ശുപാർശ അയക്കുകയും ചെയ്യുക. അതാണ് ഇവിടെ നടന്ന. കർണാടകയിൽ നിന്ന് 15 ലക്ഷം രൂപ സ്വിച്ചിട്ടതുപോലെ വന്നല്ലോ. അത് കൊടുത്തില്ലല്ലോ. അത് കൊടുക്കാൻ വേണ്ടി അത് കൊടുക്കാൻ വേണ്ടിയിട്ടല്ല നമ്മളെ ബഹുമാനപ്പെട്ട എന്റെ പ്രിയപ്പെട്ട വക്കീലിന്റെ പാർട്ടി തടഞ്ഞത്. അതുകൊണ്ട് വേണ്ടെന്ന് പറഞ്ഞു. അവരുടെ കണ്ണുനീര് വീട്ടുകാരത് വേണ്ടെന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് വേണ്ട എന്ന് പറഞ്ഞു അവരത്. ജയൻ വളരെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഇവർ കേരളത്തിലെ ഈ പറഞ്ഞ വന്യജീവി ആക്രമണത്തിൽ മരണമടഞ്ഞ ആളുകൾക്ക് 10 ലക്ഷം രൂപ കൊടുത്തു എന്ന് ഇവർ അവകാശപ്പെടുന്നുണ്ട്. ആരുടെ പണം? കേന്ദ്ര സർക്കാർ. 1 രൂപ കേന്ദ്രത്തിന്റെ ഇല്ല. ഒരു വക്കീലിനെ ഞാൻ ചലഞ്ച് ചെയ്യുന്നു. 1 രൂപ കേന്ദ്രത്തിന്റെ ഇല്ല. 1 രൂപ കേന്ദ്രത്തിന്റെ ഇല്ല. 16,000 വക്കീലിനെ ചലഞ്ച് ചെയ്യാണ്. 1 രൂപ കേന്ദ്രത്തിന്റെ ഇല്ല. കേട്ടു. യഥാർത്ഥത്തിൽ കേന്ദ്രത്തിന്റെ പണമുണ്ടോ? കേന്ദ്രത്തിന്റെ പണമാണ്. 1 രൂപ കേന്ദ്രത്തിന്റെ ഇല്ല. 1 രൂപ കേന്ദ്രത്തിന്റെ ഇല്ല. പണമാണ് ഈ 10 ലക്ഷം രൂപയായി കോമ്പൻസേഷൻ നൽകാൻ വേണ്ടി കേന്ദ്രം കൊടുക്കുന്നത്. കേന്ദ്രത്തിന് ഫണ്ടുണ്ടോ? കേന്ദ്രത്തിന് ഫണ്ടില്ലല്ലോ. കാര്യം ഇത് ഫോറസ്റ്റ് സംസ്ഥാന സർക്കാരിന്റെ വകുപ്പല്ലേ. ഫോറസ്റ്റ് കൺകറന്റ് ലിസ്റ്റിലാണ്. അതെങ്ങനെ ഫണ്ട് കൊടുക്കുക? സംസ്ഥാന കേന്ദ്ര സർക്കാർ കോമ്പൻസേഷൻ വന്യജീവി ആക്രമണത്തിൽ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് ആണ്, കേന്ദ്ര നിയമം. ആയിക്കോട്ടെ, പക്ഷേ കോമ്പൻസേഷൻ ആരാണ് കൊടുക്കുന്നത്? കേന്ദ്ര സർക്കാർ ആണെങ്കിൽ ഇന്ത്യയിൽ എല്ലായിടത്തും ഇതേ പണം കൊടുക്കണ്ടേ? കൊടുക്കുന്നില്ലല്ലോ. എല്ലായിടത്തും കൊടുക്കുന്നില്ല. പുറമേ അതായത് കേന്ദ്രത്തിന്റെ പണമാണ് 10 ലക്ഷം എന്നാണ് നിങ്ങൾ പറയുന്നത്. പക്ഷേ പറയുന്നു കേന്ദ്രത്തിന്റെ അല്ല. 1 രൂപ പോലും കേന്ദ്രത്തിന്റെ അല്ല കൊടുത്തിരിക്കുന്നത്. 1 രൂപ പോലും കേന്ദ്രത്തിന്റെ അല്ല. ശരി. ദിലീപ്, 1 രൂപ പോലും കേന്ദ്രത്തിന്റെ അല്ല. 2 നേതാക്കന്മാരോടുമുള്ള കർഷകരുടെ ചോദ്യമാണ്, ഒപ്പം ഈ പ്രതിനിധിയുടെ രാഷ്ട്രീയ ചോദ്യവും. അത് പൂർത്തീകരിക്കാൻ വേണ്ടി സമയം തന്നില്ല. അതിലേക്ക് വരാം. അതിന് മുമ്പ് പറഞ്ഞോളൂ ദിലീപ്. പറഞ്ഞോ. നമ്മളിപ്പോ കർഷകർക്ക് ഇവിടെ ഉന്നയിച്ചിട്ടുള്ള വിഷയം, ആ വിഷയത്തിനൊപ്പം എന്നും UDF നിന്നിട്ടുണ്ട്. ഇവിടെ നടന്ന സമരത്തിനൊപ്പം നിന്നിട്ടുണ്ട്. ബഹുമാനായ നമ്മുടെ MLA അദ്ദേഹത്തിന്റെ കൊച്ചച്ഛൻ ക്യാൻസർ രോഗി തലശ്ശേരിയിൽ കിടക്കുന്നത് കാണാൻ പോകുന്ന വഴിക്കാണ് അദ്ദേഹം കോഴിക്കോട് ഇറങ്ങി പോൾ എന്ന് പറയുന്ന ചെറുപ്പക്കാരന്
പോസ്റ്റ്മോർട്ടം ചെയ്ത് ആ ബോഡി ഏറ്റുവാങ്ങിക്കൊണ്ട് ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. അദ്ദേഹം ആ കർഷകരുടെ ഒപ്പം തന്നെയാണ് നിന്നിട്ടുള്ളത്. കോൺഗ്രസ് എക്കാലവും കർഷകർക്കൊപ്പമാണ് നിന്നിട്ടുള്ളത്. അതാണ് ഞങ്ങൾക്ക് ഈ സംവാദത്തിനുള്ള ധൈര്യം തരുന്നത്. ഈ തെരഞ്ഞെടുപ്പിലും ഐക്യമുന്നണിക്കൊപ്പം മുഴുവൻ ജനങ്ങളും അണിനിരക്കുമെന്നത് ഒരു സത്യമാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ 7 മാസമായി പെൻഷൻ കൊടുത്തിട്ട് ഇവിടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് പണം കൊടുക്കുന്നില്ല. 3ാം ഗഡു വന്നിട്ടില്ല. 2ാം ഗഡു കൊടുത്ത് തന്നെ ബില്ല് ട്രഷറി കെട്ടിക്കിടക്കാണ്. ഇങ്ങനെ ഒരു ഭരണത്തിന് ഇനി പിന്തുണ ജനം കൊടുക്കുമോ? ഇങ്ങനെ ഒരു ഭരണത്തിന് അപ്പൊ ധനപ്രതിസന്ധി തെരഞ്ഞെടുപ്പിലൊരു വിഷയമാണ്, വലിയൊരു വിഷയമാണ്. പെൻഷൻ കൊടുക്കാത്തൊരു വിഷയമാണ്. ആളുകൾക്ക് ഒരു നിവൃത്തിയില്ല. ഇന്ന് സപ്ലൈകോയിൽ നമുക്കറിയാം അവശ്യ സാധനങ്ങളില്ല. അവിടെ വിലക്കയറ്റമാണ്. വിലക്കയറ്റം കൊണ്ട് പൊറുതിമുട്ടി കേരളത്തിലെ ജനം. ഈ സാഹചര്യത്തിൽ ഇവിടെ ഐക്യമുന്നണി ഇതിപ്പോ കോൺഗ്രസിന്റെ പ്രതിനിധി ഇവിടെ പറയുന്നത് ഇവിടെ സ്ഥിരം പാടുന്ന ഒരു പല്ലവി മാത്രമാണ്. ഇവിടെ നേരത്തെ ഇവിടെ കർഷക സുഹൃത്തുക്കൾ സൂചിപ്പിച്ചൊരു വിഷയമുണ്ട്. ഇവിടുത്തെ ഈ വന്യമൃഗശല്യവുമായി ബന്ധപ്പെട്ട് ഇവിടെ വലിയ ഒരു സമരം നടന്നു. ഈ സമരത്തിൽ ഇവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള നിരവധി കർഷകരുടെ പേരിൽ കേസെടുത്തു. ഈ പറയപ്പെടുന്ന കോൺഗ്രസിന്റെ പ്രതിനിധിയോ അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന്റെ പ്രതിനിധികളോ ഇവിടെ രാഷ്ട്രീയപരമായിട്ട് അവർക്കെതിരെ കേസെടുക്കുന്നതിന് എന്ത് നിലപാട് സ്വീകരിച്ചു? അല്ലെങ്കിൽ ഈ ടൗണിൽ ഒരു പ്രതിഷേധ പ്രകടനം നടത്താൻ ഇവരെ കൊണ്ട് സാധിച്ചോ? സാധിച്ചിട്ടില്ല. നേരെ മറിച്ച് BJPയുടെ നേതൃത്വത്തിൽ പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തുകയും പ്രതിഷേധ പ്രകടനം നടത്തുകയും ചെയ്തു. അതുപോലെ തന്നെ വേറൊരു കാര്യം പറയട്ടെ, ഇവിടെ ഇപ്പോൾ നടക്കുന്ന ചർച്ച ഇവിടെ പാർലമെന്റ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടാണ്. ഞാൻ പറഞ്ഞോട്ടെ, ഇവിടെ ഇടതുപക്ഷത്തിന്റെയും വലതുപക്ഷത്തിന്റെയും നേതാക്കന്മാർ അല്ല പറഞ്ഞോട്ടെ, എന്തിനാ ബഹളം വെച്ച് വഴിതിരിച്ചു വിടുന്നത്? ഞാൻ ചോദിക്കട്ടെ, ഇവിടെ നടക്കാൻ പോകുന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഇവര് പറഞ്ഞു ഇവര് ഒരു സഖ്യമില്ല എന്ന് പറഞ്ഞു. ഈ ഇന്ത്യ മുന്നണിയിൽ CPM കക്ഷിയാണോ? ഇന്ത്യ മുന്നണിയിൽ കോൺഗ്രസ് കക്ഷിയാണോ? അത് മാത്രമല്ല, ഈ രാഹുൽ ഗാന്ധി ഇവിടെ വന്ന് മത്സരിച്ചു, MP ആയി. ഇവിടെ നേരത്തെ ഇത്ര ആളുകൾ ചോദിച്ചൊരു ചോദ്യമുണ്ട്, ഈ നാടിന് എന്ത് ഗുണം കിട്ടി എന്നുള്ളത്. എനിക്ക് ഈ നാട്ടിലെ ബഹുമാനപ്പെട്ട ജനങ്ങളോട് പറയാനുള്ളത്, നാളെയും ഈ നാടിന് ഗുണം ചെയ്യണമെങ്കിൽ, ഗുണം ലഭിക്കണമെങ്കിൽ, ഇന്ത്യൻ പാർലമെന്റിൽ ഇവിടുത്തെ ജനങ്ങളുടെ കാര്യങ്ങൾ സാധിക്കണമെങ്കിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ സ്ഥാനാർത്ഥി ജയിച്ചു വരണമെന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. എനിക്ക് BJP പ്രതിനിധിയോടാണ് ചോദിക്കാനുള്ളത്, അതുപോലെ തന്നെ കോൺഗ്രസിന്റെ പ്രതിനിധിയോടാണ്. ഒന്നിപ്പോൾ BJPന്റെ അവർ കാര്യങ്ങൾ പറഞ്ഞ് വിശദീകരിക്കുകയുണ്ടായി. ഒന്ന്, ഈ കേന്ദ്രത്തിൽ നരേന്ദ്രമോദി നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് എന്തെങ്കിലും വയനാട്ടിൽ ചെയ്യണമെങ്കിൽ BJPന്റെ പ്രതിനിധി വരണമെന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണ് BJPക്കാരോട് എനിക്ക് ചോദിക്കാനുള്ളത്, ഈ വയനാട്ടിലെ ജനങ്ങൾ, BJPക്കാർ ഈ വയനാട്ടിൽ ജീവിക്കുന്നുണ്ടല്ലോ, അവർക്കും കൂടി വേണ്ടിയല്ലേ നിങ്ങൾ പ്രവർത്തിക്കുന്നത് എങ്കിൽ ഇവിടുന്ന് MP ഇല്ലെങ്കിലും ഈ ജനങ്ങൾക്ക് വേണ്ടി ഇവിടുത്തെ കാര്യങ്ങൾ ചെയ്യാൻ ഇവർ ബാധ്യസ്ഥരല്ലേ എന്നതാണ് ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം, ഇവരിപ്പോൾ പറഞ്ഞിട്ടുണ്ട് ഈ റെയിൽവേന്റെ വിഷയങ്ങളൊക്കെ ഉണ്ടല്ലോ. ഇവർ കഴിഞ്ഞ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മാനന്തവാടി പള്ളിയറ മുകുന്ദൻ മത്സരിക്കുമ്പോൾ ഇവരുടെ പ്രകടന പത്രികയിൽ പറഞ്ഞത് തലശ്ശേരി മൈസൂർ റെയിൽപാത കൊണ്ടുവരുമെന്ന് ജയിച്ചാൽ ഈ നഞ്ചങ്കോട് നിലമ്പൂർ റെയിൽപാതയ്ക്ക് വേണ്ടിയാണോ BJP നിലകൊള്ളുക, അതെയോ ഈ മൈസൂർ തലശ്ശേരി റെയിൽപാതയ്ക്ക് വേണ്ടിയാണ് നിലകൊള്ളുക എന്നാണ് രണ്ടാമത്തെ ചോദ്യം. മൂന്നാമത്തെ ചോദ്യം കോൺഗ്രസിന്റെ നേതാവിനോടാണ് ഞാൻ ചോദിക്കുന്നത്. ഈ രാഹുൽ ഗാന്ധി MP ആയിട്ട് ഈ 5 വർഷത്തിനുള്ളിൽ വയനാടിന്റെ ഈ വന്യമൃഗശല്യം പരിഹരിക്കുന്നതിന് വേണ്ടി എന്ത് ഇടപെടലാണ് നടത്തിയിട്ടുള്ളത്? അതായത് വന നിയമം അടക്കം ഭേദഗതി ചെയ്യണമെന്ന് ആവശ്യപ്പെടുമ്പോൾ അങ്ങനെ ആവശ്യപ്പെട്ടുകൊണ്ട് എന്തെങ്കിലും ഒരു ചോദ്യം നമ്മൾ പറഞ്ഞു, ചോദ്യം ചോദിച്ചിട്ടില്ല എന്ന് മനസ്സിലായി. അപ്പൊ പറഞ്ഞു ദിലീപ് കുമാർ, 2 പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ താങ്കൾക്കും പറയാം, പറഞ്ഞോളൂ. രാഹുൽ ഗാന്ധി ഇടപെട്ടതിനെ സംബന്ധിച്ച് നമ്മൾ വിശദമായി പറഞ്ഞു കഴിഞ്ഞതാണ്. അദ്ദേഹം വനമന്ത്രിയെ കണ്ട് സംസാരിച്ചതിനെ കുറിച്ച് പറഞ്ഞു, കത്ത് കൊടുത്തതിനെ കുറിച്ച് പറഞ്ഞു, സംസ്ഥാന മുഖ്യമന്ത്രിയോട് ഈ വിഷയം ഉന്നയിച്ചതിനെ കുറിച്ചു, സംസ്ഥാന മുഖ്യമന്ത്രിക്ക് കത്ത് കൊടുത്തതിനെ സംബന്ധിച്ച് പറഞ്ഞു. അദ്ദേഹം ഈ ഗവൺമെന്റുകളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നതിന് അവസരോചിതമായി ഇടപെട്ടിട്ടുണ്ട്. അതേപോലെ ഇവിടെ സാന്ത്വനിപ്പിക്കുന്നതിന് അവസരോചിതമായി അദ്ദേഹം വന്നിട്ടുണ്ട്. ഇതെല്ലാം ചെയ്തിട്ടുണ്ട്. മറ്റ് പക്ഷേ നമുക്ക് എടുത്ത് കാണിക്കാൻ പറ്റിയത് രാഹുൽ ഗാന്ധിയുടേതായ ഒരു പ്രോജക്റ്റ് എന്ന രീതിയിൽ വന്യജീവി സംഘർഷത്തെ ഏറ്റവും കൂടുതൽ ക്ഷീരകർഷകരുള്ള ഒരു പ്രദേശമാണ് ഈ പ്രദേശം. ഇവിടെ വന്ന് നമ്മൾ വളർത്തുമൃഗങ്ങളെ വളർത്താതിരുന്നാൽ ഈ പ്രശ്നത്തിന് ചോദ്യത്തിന് മറുപടി, അതായത് MP ഇല്ലെങ്കിലും BJP ചെയ്യണ്ടേ? 2 ചോദ്യങ്ങൾ. ഭാരതീയ ജനതാ പാർട്ടിയുടെ സജീവമായ പ്രവർത്തനത്തിന്റെ ഫലമായി കേന്ദ്രമന്ത്രി ഇവിടെ കൊണ്ടുവന്നു. ഇവിടുത്തെ MP വന്നില്ല, വനം വകുപ്പ് മന്ത്രിയില്ല, കേന്ദ്ര വനം വന്യജീവി വകുപ്പ് കേന്ദ്ര വനം പരിസ്ഥിതി വകുപ്പ് മന്ത്രി വയനാട്ടിൽ വന്നു, പുൽപ്പള്ളി വന്നു, വാഗേരി വന്നു, മാനന്തവാടി പോയി. എന്നിട്ട് എന്ത് സംഭവിച്ചു? തിരിച്ചുപോയി. ഈ കാര്യത്തിൽ ഉത്തരം പറയാം. കേന്ദ്രമന്ത്രി വയനാട്ടിൽ വന്ന് ഉദ്യോഗസ്ഥർക്കും ഇവിടെയുള്ള രാഷ്ട്രീയ പാർട്ടിയുടെ പ്രവർത്തകരുടെ മുന്നിൽ അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചു, വന്യജീവി നിയമത്തിൽ കാതലായ മാറ്റങ്ങൾ വരുത്തും. ശ്രദ്ധിക്കണം, കാതലായ മാറ്റം വരുത്തും.
അമിതമായി വന്യജീവികളുടെ പോപ്പുലേഷൻ കൂടിയാൽ റീലൊക്കേഷനുള്ള സംവിധാനം ചെയ്യും. വയനാട്ടിൽ നമ്മുടെ സുവോളജിക്കൽ പാർക്ക് കൊണ്ടുവന്ന് ഇങ്ങനെ പരിക്ക് പറ്റിയ വന്യജീവികളെ സംരക്ഷിക്കാനുള്ള സംവിധാനം കൊണ്ടുവരും. കുപ്പാടി അതിനുവേണ്ടി പ്രത്യേകം സ്ഥലം ഇയർമാർക്ക് ചെയ്തിട്ടുണ്ട്. ഇതിൽ കൂടുതൽ എന്താ മന്ത്രി പറയേണ്ടത്? കേന്ദ്ര വനംവകുപ്പ് മന്ത്രി സുവോളജിക്കൽ പാർക്ക് തന്നെ വയനാട് കൊണ്ടുവരും പരിക്കേറ്റ വന്യമൃഗങ്ങളെ പരിപാലിക്കാൻ എന്നാണ്. ഇതൊക്കെ നടക്കാത്ത സ്വപ്നങ്ങളല്ലേ? ഇതൊക്കെ പറഞ്ഞു പോകുന്നല്ലേ? നടക്കാത്ത സ്വപ്നങ്ങളല്ലേ? എന്തൊക്കെ പറഞ്ഞു? ഇതൊക്കെ നടന്നിട്ടുണ്ടോ? ഇതുവരെ ഇന്നലകളിൽ പറഞ്ഞ ഒരു പ്രകടന പത്രികയിലെയും കാര്യങ്ങൾ നടത്തിയിട്ടില്ല BJP. പിന്നെ എങ്ങനെ നമുക്ക് വിശ്വസിക്കാൻ കഴിയും? എനിക്ക് കോൺഗ്രസ്സുകാരോട് ചോദിക്കാനുള്ള ഒരു കാര്യം, 5 കൊല്ലമായി രാഹുൽ ഗാന്ധി വയനാടിന് MP ആയിട്ട്. അടുത്ത കാലത്ത് ഇവിടുത്തെ മൃഗശല്യവും മൃഗം മൂലം ആളുകൾ നഷ്ടപ്പെടുന്നതും അനുവർത്തിച്ചു വരിക. ഇത് സംബന്ധിച്ച് ക്രിയാത്മകമായ എന്തെങ്കിലും പദ്ധതി കേന്ദ്ര ഗവൺമെന്റിന് മുമ്പിൽ രാഹുൽ ഗാന്ധിക്ക് സമർപ്പിക്കാൻ? വേറെ പുതിയ ചോദ്യങ്ങൾ വരട്ടെ. പുതിയ ചോദ്യമുണ്ടോ? രാഹുൽ ഗാന്ധി ജയിക്കുമോ? രാഹുൽ ഗാന്ധി ജയിക്കൂല. രാഹുൽ ഗാന്ധി ജയിക്കാത്തതിന് രാഹുൽ ഗാന്ധി ഈ നാടിന് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല. പക്ഷേ രാഹുൽ ഗാന്ധി ഇവിടെ വരാറില്ലേ മണ്ഡലത്തിൽ? രാഹുൽ ഗാന്ധി വല്ലപ്പോഴും വരും, ഏതായാലും ചായക്കടയിൽ നിന്ന് ഒരു ചായ കുടിക്കും, തിരിച്ചു പോകും. ഡോക്ടർ അരുൺ, ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്, ഇത്രയും കാലം ഈ വയനാടിന്റെ പിന്നോക്കാവസ്ഥയ്ക്ക് കാരണം ഇന്ന് വന്ന നരേന്ദ്രമോദി ഒന്നുമല്ല, എത്രയോ കാലങ്ങളായിട്ട് ഇവിടെ മാറി മാറി ഭരിച്ച ഇടതുപക്ഷവും വലതുപക്ഷവുമാണ് വയനാടിന്റെ പിന്നോക്കാവസ്ഥയ്ക്ക് കാരണം. ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരം നിർദ്ദേശിക്കാൻ ഇവിടുത്തെ MP കഴിഞ്ഞിട്ടുണ്ടോ? പാർലമെന്റിൽ കൃത്യമായിട്ട് വൈൽഡ് ലൈഫ് മാൻ കോൺഫ്ലിക്റ്റിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു വെക്കാൻ വേണ്ടി സാധിച്ചിട്ടോ? അതേപോലെ വയനാട്ടിൽ ഒരു 300 രൂപേന്റെ മെഡിക്കൽ കോളേജ് ഉണ്ട്, ഒരു ബോർഡ് അടിച്ചു വെച്ച മെഡിക്കൽ കോളേജ്. ഇവിടെ അപകടത്തിൽപ്പെട്ടയാളെ കൃത്യസമയത്ത് എത്തിക്കുകയും കൃത്യമായിട്ടുള്ള ചികിത്സ നൽകിയിരുന്നെങ്കിൽ അദ്ദേഹം രക്ഷപ്പെടും. എന്തുകൊണ്ട് സംസ്ഥാന സർക്കാർ സാധിച്ചില്ല? കേന്ദ്ര സർക്കാർ സ്ഥാപിച്ച ശ്രീചിത്ര എവിടെ പോയി? കേന്ദ്ര സർക്കാർ വയനാട്ടിൽ ശ്രീചിത്ര സ്ഥാപിച്ചിട്ടില്ല സാർ. വയനാട്ടിൽ എവിടെയാണ് ശ്രീചിത്ര സ്ഥാപിച്ചത്? വയനാട്ടിൽ എവിടെയാണ് സ്ഥാപിച്ചത്? നിങ്ങൾ പറഞ്ഞു സ്ഥാപിച്ചു. അത് എവിടെയാണെന്നാണ് എന്റെ ചോദ്യം. പറയൂ സാർ, നിങ്ങൾ പറയൂ. എനിക്ക് ചോദിക്കാനുള്ളത് ഇവിടുത്തെ 3 രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ആളുകളോടാണ്. ഏത് വന്യമൃഗ ശല്യത്തിന്റെ കാര്യം പറയുമ്പോൾ 1972 വന്യജീവി നിയമത്തെ കുറിച്ചാണ് ഇവിടുത്തെ രാഷ്ട്രീയക്കാർ പറയുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ വനം വന്യജീവി നിയമം എഴുതിയത് 1972 1980 രൂപം കൊണ്ട വയനാട് ജില്ലയിൽ വന്യമൃഗ ആക്രമണത്തിൽ ഓരോരുത്തരും മരണപ്പെട്ടുകൊണ്ടിരിക്കുക. ഇപ്പൊ ഇന്ന് ഈ പരിപാടി കഴിഞ്ഞ് എത്ര ആളുകൾ കൃത്യമായിട്ട് വീട്ടിലെത്തുമെന്ന് പറയാൻ പറ്റാത്ത സാഹചര്യത്തിലാണ് വയനാട്ടിലെ ജനങ്ങൾ നിൽക്കുന്നത്. അത് സത്യമാണ്. നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം, ഈ വയനാടിലെ യഥാർത്ഥ വിഷയം ഇവിടെ രാഹുൽ ഗാന്ധി MP ആകുക അല്ലെങ്കിൽ BJPന്റെ പ്രതിനിധി MP ആകുക എന്നുള്ളതല്ല. വയനാട്ടിലെ യഥാർത്ഥ പ്രശ്നം എന്താ അറിയോ? ഇവിടെ ജനങ്ങൾക്ക് സുരക്ഷിതമായി ജീവിക്കാൻ പറ്റുന്ന സാഹചര്യമില്ല. ഇവിടുത്തെ വയനാട്ടിലെ ഓരോ ആളുകളുടെയും വോട്ട് മേടിച്ചിട്ടാണ് ഇവരൊക്കെ അധികാരത്തിൽ കയറിയിരിക്കുന്നത്. അധികാരത്തിൽ കയറി ഇവിടുത്തെ അവർക്ക് കിട്ടുന്ന എല്ലാവിധ സുഖഭോഗങ്ങളും അവര് സ്വീകരിക്കുന്നുണ്ട്. എന്നിട്ട് ഇവർ അവിടെ പോയി കഴിഞ്ഞാൽ സംസാരിക്കുന്ന വന്യമൃഗങ്ങൾ വേണ്ടിയാണ്. ഈ പാവപ്പെട്ട ആളുകൾ മരണപ്പെട്ടാൽ ഒരാൾക്ക് കിട്ടുന്ന പൈസ എന്ന് പറഞ്ഞാൽ ഈ നിൽക്കുന്ന ആള്, ഞാനൊരു മാനനഷ്ടത്തിന് കേസ് കൊടുത്താൽ ഞാൻ കൊടുക്കുന്ന 50 ലക്ഷത്തിനോ 60 ലക്ഷത്തിനോ, ഒരാളുടെ ജീവൻ നഷ്ടപ്പെട്ടാൽ കൊടുക്കുന്ന നക്കാപ്പിച്ച 10 ലക്ഷം രൂപയാ. ഒരു വന്യമൃഗത്തിന് വേണ്ടി അതിൽ കൂടുതൽ, ഒരാളെ കൊന്ന വന്യമൃഗത്തിന് വേണ്ടി 10 ലക്ഷത്തിൽ കൂടുതൽ മുടക്കുന്ന നാട്ടിലാണ് ഒരാൾക്ക് വേണ്ടി 10 ലക്ഷം നടക്കുന്നത്. ശാശ്വതമായ പരിഹാരം കാണുവാൻ വേണ്ടി ഇവിടെ ആര് തയ്യാറാകുന്നോ ആ തയ്യാറാകുന്ന ജനങ്ങളോട്, ആ തയ്യാറാകുന്ന ആളുകളോടൊപ്പമാണ് ഈ നാട്ടിലെ ജനങ്ങൾ നിൽക്കുക. BJP അല്ല, കോൺഗ്രസ് അല്ല, CPM അല്ല. ഈ വയനാട്ടിലെ ജനങ്ങളുടെ യഥാർത്ഥ വിഷയം മനസ്സിലാക്കിക്കൊണ്ട് ശാശ്വതമായ പരസ്പരം രാഷ്ട്രീയം പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ട് ചെളിവാരി എറിഞ്ഞിട്ട് കാര്യമില്ല. ഇത് ഇന്നും ഇന്നലെയല്ല. ഈ 1972 നിയമം എഴുതിയത് ഞാനല്ല, ആനയുടെ ചവിട്ട് കൊണ്ട് ഭരിച്ച പോളല്ല, പ്രജീഷ് അല്ല, അജീഷ് അല്ല. ഞാൻ രാഷ്ട്രീയം നോക്കിയിട്ടല്ല, മരിക്കുന്ന ആള് അല്ല, ഈ രാഷ്ട്രീയമല്ല നോക്കണ്ടേ. ഈ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി ആര് നിൽക്കുന്നോ അവരോടൊപ്പം ഞാൻ നിൽക്കും. അല്ല, ഒരു നിമിഷം പെട്ടെന്ന് പറഞ്ഞേ, മറുപടി പോകണം, ജയിലിലേക്ക് പോകണം. നമ്മുടെ വയനാട്ടിലെ വന്യമൃഗശല്യത്തിന് ശാശ്വതമായിട്ടുള്ള പരിഹാരം വേണമെന്നുള്ളത് എല്ലാവരും പറയുന്ന കാര്യമാണ്. അതിന് വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും ഇവിടെ ഈ കേന്ദ്ര സർക്കാരിന്റെ സഹായത്തോടു കൂടി സംസ്ഥാന സർക്കാർ നടപ്പിലാക്കേണ്ടത് അത്യാവശ്യമാണ്. പിന്നെ ഇവിടെ നമ്മുടെ പാർലമെന്റില് ഈ വയനാടിന്റെ ശബ്ദം ഉയർന്നു കേൾക്കുന്നതിന് വയനാടിനെ അറിയുന്നതും അതേപോലെ മലയാളം അറിയുന്നതും നമ്മുടെ പ്രദേശം അറിയുന്നതുമായിട്ടുള്ള ഒരു MP ഇവിടെ വരേണ്ടത് അത്യാവശ്യമാണ്. അതിന് ആനി രാജയെ വിജയിപ്പിക്കേണ്ടതും അത്യാവശ്യമാണ്.
ഒരു സംസ്ഥാന തെരഞ്ഞെടുപ്പ് ജോബി ഇന്ത്യൻ പാർലമെന്റിലേക്കാണ് തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്ന ഒരു പഞ്ചായത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പല്ല. ഇന്ത്യൻ പാർലമെന്റിലെ തെരഞ്ഞെടുക്കുന്നത് ഇന്ത്യ രാഷ്ട്രത്തെ മുഴുവൻ സംസ്ഥാനങ്ങള് അല്ല മലയാളം എന്നുള്ളതല്ല. കഴിവും തന്റെ ഇടമുള്ള ആളുകൾ മാത്രം കോൺഗ്രസ് ജയിപ്പിക്കും. ശരി, ഇത് മറുപടികൾ ഇവരുടെ മറുപടി കേട്ട് തൃശ്ശൂർ താങ്കൾ ബസ് ഓപ്പറേറ്റേഴ്സിന്റെ ഒരു നിമിഷം വരും. മൈക്ക് ഓണാ പറഞ്ഞോ സാറേ. നമുക്ക് പറയാനുള്ള എന്താന്ന് വെച്ച് കഴിഞ്ഞാല് സാർ കടുവേനെ നേരിട്ട് കണ്ടിട്ടുണ്ടോ? കാഴ്ച ബംഗ്ലാവിൽ അല്ലാതെ കണ്ടിട്ടുണ്ട്. അത് ഇവിടെ ഈ വയനാട്ടിലെ ഈ പുൽപ്പള്ളിയിലെ മേഖലയിലെ മുഴുവൻ ആൾക്കാരും 24 മണിക്കൂർ കണ്ടോണ്ടിരിക്കുകയാണ്. അതിനൊരു ശാശ്വത പരിഹാരമാണ് ഈ നാട്ടിലുള്ള ആൾക്കാർക്ക്. എന്താണ് ജയ അതിനൊരു ശാശ്വത പരിഹാരം? ഇപ്പോഴും പുൽപ്പള്ളിയിൽ ഇറങ്ങിയ കടുവ കാട് കയറിയിട്ടില്ല. അതിന്റെ ശാശ്വത പരിഹാരത്തെ സംബന്ധിച്ച് സമയം തരണം. കുറെ അധികം ചോദ്യങ്ങളുണ്ട്. ആ ചോദ്യങ്ങൾക്ക് മറുപടി പറയാനുള്ളതാണ്. ഇതിന്റെ ശാശ്വത പരിഹാരം ഇപ്പൊ ഇവിടുന്ന് ആളുകൾ പറഞ്ഞു 972 വന നിയമമാണെന്ന് പറഞ്ഞു. 972 വന നിയമം ശ്രീമതി ഇന്ദിരാഗാന്ധിന്റെ കാലത്ത് കൊണ്ടുവന്നു. 2014 നരേന്ദ്രമോദി അധികാരത്തിൽ വന്നു. 2014 നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷം 2021 50 വർഷം പഴക്കമുള്ള ഈ നിയമം ഭേദഗതി ചെയ്യുന്നതിന് വേണ്ടി പാർലമെന്റിൽ ഒരു കമ്മിറ്റി ഉണ്ടാക്കി. എനിക്കൊരു ചോദ്യം CRPC 133 എന്നാണ് എന്റെ വിശ്വാസം. അതുപ്രകാരം കളക്ടർക്ക് മനുഷ്യന്റെ ജീവനും സ്വത്തിനും ഹാനികരമാകുന്ന ഒരു വന്യജീവിയെ വെടിവെച്ചു കൊടുക്കാനുള്ള അവകാശമുണ്ടോ? ഫെബ്രുവരി 21 ഹിന്ദു CRPC പ്രൊവിഷൻ ക്യാൻ ബി യൂസ്ഡ് ടു കിൽ വൈൽഡ് ലൈഫ് ഹൈക്കോർട്ട് ഫെബ്രുവരി 21 ഹിന്ദു പത്രത്തിന്റെ ന്യൂസ് ആയത്. CRPC 133 പ്രകാരം മേൽക്കോടതി വിധി വന്നില്ലേ? മേൽക്കോടതി വിധി വന്നിട്ടില്ല. ഹൈക്കോടതി ഇതിനെ സറ്റിസ്ഫൈഡ് ചെയ്ത് കോടതി വിധി വന്നിട്ടില്ല. സുപ്രീം കോടതി വിധി വന്നിട്ടില്ല. CRPC 133 സ്പെസിഫിക് ആക്ടിനെ ഓവർറൈഡ് ചെയ്യുമെന്ന് സുപ്രീം കോടതിയുടെ വിധി കൃത്യമായിട്ട് ഇനി അങ്ങനെയാണെന്നിരിക്കട്ടെ. പക്ഷേ കളക്ടർക്ക് ഉത്തരവിട്ടൊരു വന്യജീവിയെ കൊന്നാൽ, അതായത് മനുഷ്യന് ഹാനികരമാകുന്ന കടുവയെ കൊന്നാൽ ആരാണ് സാർ അതിനെതിരെ കേസ് കൊണ്ട് പരിസ്ഥിതി പ്രവർത്തകരായിരിക്കും? ഞാൻ ഒരു ഉദാഹരണം അങ്ങോട്ട് പറയാം. ഈ കഴിഞ്ഞ 2023 5 മാസത്തിൽ കോട്ടയം ജില്ലയിലെ എരുമേലിയിൽ കാട്ടുപോത്തിറങ്ങി. ആ എരുമേലിയിലെ കാട്ടുപോത്തിനെ കൊല്ലാൻ കോട്ടയം ജില്ലാ കളക്ടർ ഉത്തരവിട്ടു. കോട്ടയം ജില്ലാ കളക്ടർ ഉത്തരവിട്ടതിന്റെ പിറ്റേ ദിവസം കോട്ടയം DFO മിസ്റ്റർ രാജേഷ് കളക്ടർക്ക് നോട്ടീസ് കൊടുത്തു. 972 വന നിയമത്തിന് വിരുദ്ധമാണ് CRPC. ഉദ്യോഗസ്ഥൻ കൊടുത്തു. കളക്ടർ അത് പിൻവലിച്ചു സാർ. കളക്ടർ ഇട്ട 133 പിൻവലിച്ചു. കളക്ടർക്ക് അധികാരമുണ്ടെങ്കിൽ കളക്ടർ എന്തിനത് പിൻവലിക്കണം? അപ്പൊ യഥാർത്ഥത്തിൽ ഒരു ചോദ്യം, ബഹുമാനപ്പെട്ട കേരളത്തിന്റെ മുഖ്യമന്ത്രി ഇവിടെ നേരത്തെ പറഞ്ഞു ഒരു തീരുമാനമെടുത്തു. ഈ നിയമം ഒന്ന് വായിച്ചു നോക്കൂ. ബഹുമാനപ്പെട്ട കേരളത്തിന്റെ മുഖ്യമന്ത്രി പറഞ്ഞ ഒരു കാര്യം സൂചിപ്പിക്കാനുണ്ട്. എന്ന് പറഞ്ഞാൽ ഉദ്യോഗസ്ഥൻ സംതൃപ്തനാണെങ്കിൽ ആരാണ് സംതൃപ്തി തീരുമാനിക്കുന്നത്? മുഖ്യമന്ത്രി പറഞ്ഞൊരു കാര്യം എനിക്ക് ഈ അവസരത്തിൽ കൂട്ടിച്ചേർത്ത് ചോദിക്കാനുണ്ട്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞത് കഴിഞ്ഞ തവണ മീറ്റിംഗ് കഴിഞ്ഞതിന് ശേഷം ജില്ലാ കളക്ടർക്ക് വേണമെങ്കിൽ നടപടി സ്വീകരിക്കാമെന്നാണ് പറഞ്ഞത് കേരളത്തിന്റെ മുഖ്യമന്ത്രി. അത് ജയന്റെ പാർട്ടിയുടെ നേതാവ് കൂടിയാണ്. അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, കേരളത്തിന്റെ മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല ഏറ്റവും സംശയമല്ല. ശരി, CCF-നാണ് ഇത് ബോധ്യമാവുന്നതിരിക്കട്ടെ. CCF സംതൃപ്തി ഉണ്ടെങ്കിൽ മാത്രമേ വെടിവെക്കാൻ പറ്റൂ. ഒരു മനുഷ്യനെ ചവിട്ടിക്കൊന്ന CCF-ന് ഇനി സംതൃപ്തി വരാൻ എത്ര നാൾ കാത്തിരിക്കണം? പരിശോധിക്കണം. ഒരു സംശയം. അത് വനംവകുപ്പല്ലേ? ഗവൺമെന്റിനല്ല ചുമതല, ക്യാബിനറ്റിനല്ല ഉത്തരവാദിത്വം. പറയുന്നത് ഇതുണ്ടോ? ശരിയല്ല. വക്കീൽ പറയുന്നു, വക്കീൽ കേൾക്കൂ. എന്നേക്കാൾ കൂടുതൽ അത് വക്കീലിനെ In case of Ram Autor versus State of UP, the Supreme Court clarified that Section 133(1)(b) CRPC can only be used when the trade occupation is causing an imminent danger to the health and physical comfort of the public. Cheyyam, physical comfort of the public. Cheyyam. 133 overriding അധികാരമില്ല. സ്റ്റേറ്റിന് അധികാരമില്ല. Again, latest 2003. Justice Doraiswamy, equivalent citations അതൊന്നും വേണ്ട. ഓക്കെ. അപ്പൊ 133 അനുസരിച്ച് കളക്ടർക്ക് ഉത്തരവിട്ട് വന്യജീവിയെ കൊല്ലാം. പക്ഷേ ഇവിടെ അത് ചെയ്യുന്നില്ല. ഡോക്ടർ അരുൺ ഒരു പട്ടിയെ കൊല്ലാൻ ഇവിടെ സാധിക്കുന്നില്ല. നമ്മൾ ഒരു പട്ടിയെ കൊന്നാൽ അതിനെന്താ ചെയ്ത്? മനേകാ ഗാന്ധിയെ പോലുള്ള ആളുകൾ കോടതിയിൽ പോകുകയാണ്. ഈ ഉദ്യോഗസ്ഥന്മാർ നിങ്ങൾക്ക് മേനകാ ഗാന്ധിയെ പേടിയാണെങ്കിൽ അത് പറയൂ. നിങ്ങൾക്ക് മേനകാ ഗാന്ധിയെ പേടിയാണ്. പക്ഷേ കർഷകര് നിങ്ങളുടെ പിന്നിലുണ്ട്.
കുരങ്ങ് ഷെഡ്യൂൾ വന്നിപ്പെട്ടിരിക്കുന്നു. നോക്കൂ, വന്യജീവികളെ കൊല്ലണം എന്നൊരു അഭിപ്രായമുള്ള ആളല്ല ഞാൻ. അതൊരു സന്തുലിതാവസ്ഥയ്ക്ക് അവിടെയാണ് സർ. അപ്പൊ അതാണ് അവിടെയാണ് ചോദ്യം. അവിടെ താങ്കൾ കേൾക്കൂ സാർ, ഭൂമണ്ഡലത്തിലെ ഉയർന്ന ജീവി മനുഷ്യനാണ്. അതിനെ കൊല്ലുന്നവനെ കൈകാര്യം ചെയ്യേണ്ടി വരും. മനുഷ്യനെ കൊല്ലുന്ന ഒരു വന്യജീവിയെ വെടിവെച്ചു കൊന്നതിന്റെ പേരിൽ ഏതെങ്കിലും ഒരു കളക്ടറെ ഈ പറയുന്ന രീതിയിൽ പ്രോസിക്യൂഷന് വിധേയമാക്കിയിട്ടുണ്ടോ നാളിന്നേ വരെ? ഉണ്ട്. എവിടെ? കളക്ടർമാർ ആ റിസ്ക് എടുക്കണമെന്ന് അതാണ് സർക്കാർ ചെയ്യേണ്ടത്. ഉദ്യോഗസ്ഥർ പറയുന്നത്. ആർജവമുള്ള നേതൃത്വമില്ലാത്തതാണ് പ്രശ്നം. സംസ്ഥാന ഗവൺമെന്റ് ഓർഡർ കൊടുത്താൽ കൃത്യമായി കളക്ടർ ചെയ്യും. അതിനുള്ള ആർജവമുള്ള നേതൃത്വമില്ല. അത് ചെയ്യാൻ അവർ തയ്യാറാവുന്നില്ല. 25 കിലോമീറ്റർ അപ്പുറത്തുനിന്ന് അംഗൻവാടി പോകുന്ന ഒരു കുട്ടിയെ പുലി പിടിച്ചുകൊണ്ടുപോയി. അമ്മ അംഗനവാടിയിൽ നിന്ന് കൂട്ടിക്കൊണ്ട് വരും. ആ കുട്ടിയെ പുലി പിടിച്ചോണ്ട് പോയി. എന്തേ തമിഴ്നാട്ടിൽ കളക്ടർ ഇല്ലേ? തമിഴ്നാട്ടിൽ ഗവൺമെന്റ് ഇല്ലേ? തൊട്ടപ്പുറം കർണാടകം ഗുണ്ടിൽപേട്ടയിൽ നിന്ന് 3 മാസത്തിനിടയിൽ 2 പേരെ കടുവ കൊന്നു. എന്തേ കർണാടകം വെടിവെക്കാൻ ഉത്തരവിടാത്തത്? ഇത് തൊട്ടടുത്ത പ്രദേശങ്ങളിൽ നടക്കുകയാണ്. മറ്റ് സ്റ്റേറ്റുകളിൽ വെടിവെച്ചിട്ടുണ്ട്. ആനേനെ കേരളത്തിൽ വെടിവെച്ചിട്ടില്ലേ? 87 ആനേനെ കേരളത്തിൽ വെടിവെച്ചിട്ടില്ലേ? ആ കാലത്ത് വ്യത്യസ്തമായി വന്നിട്ടില്ല. ഇപ്പോ കടുവകളെ വെടിവെച്ചിട്ടുണ്ട് ഇന്ത്യ രാജ്യത്ത്. 18ഓളം കടുവകളെ ഇന്ത്യ രാജ്യത്ത് വെടിവെച്ചിട്ടുണ്ട്. ഇവിടെ നമ്മുടെ വയനാടിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്ന പോസ്റ്റ്മാന്റെ കത്ത് കൊടുക്കുന്ന ഒരു എംപിനെ അല്ല നമുക്ക് വേണ്ടത്. കത്ത് കൊടുക്കാൻ എല്ലാവർക്കും പറ്റും. അല്ലാതെ ഇവിടുത്തെ വിഷയങ്ങൾ ഇന്ത്യൻ പാർലമെന്റിൽ ഉന്നയിക്കാൻ കഴിയുന്ന ഒരു എംപി ആണ് നമുക്കിവിടെ വേണ്ടത്. രാഹുൽ ഗാന്ധി കഴിഞ്ഞ 5 വർഷക്കാലം ഒന്നും ഇവിടെ ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ വന്യമൃഗത്തിന്റെ ശല്യം ഉണ്ടായി. ഈ പുൽപ്പള്ളി ബസ് സ്റ്റാൻഡിൽ ഇവിടെ വിഷയം ഉണ്ടായി കഴിഞ്ഞപ്പോൾ കോൺഗ്രസിന്റെ 2 MLA-മാർ ഈ മൂല ചവിട്ടിക്കൂട്ടിയിട്ടു. ഈ നാട്ടുകാര് കോൺഗ്രസിന്റെ 2 MLA-മാരെ ഈ ബസ് സ്റ്റാൻഡിൽ ചവിട്ടിക്കൂട്ടിയിട്ടു. എന്റെ ഒരു ചോദ്യം തിരിച്ച്, നിലവിൽ കേളുവേട്ടൻ ഏത് മണ്ഡലത്തിലെ MLA? മാനന്തവാടി കടുവ ഇറങ്ങാറുണ്ടല്ലോ പുലിയൊക്കെ. ശരി, ആ MLA എന്ന നിലയിൽ ഈ പറയുന്ന കളക്ടർ ഉപയോഗിച്ചത് വെടിവെച്ചു കൊല്ലാൻ എന്താണ് MLA സർക്കാരിനോട് പറയുന്നത്? അതിൽ നിലനിൽക്കുന്ന നിയമപരമായ പരിമിതികളുണ്ട്. എന്ത് പരിമിതി? ആ പരിമിതി ഇല്ലെന്ന് പറഞ്ഞ സാർ ഇവിടെ ഹലോ, ഇത് നമ്മളിപ്പോൾ ഏറ്റവും വലിയ ഒരു പ്രശ്നം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പി, കേരളം ഭരിക്കുന്ന CPM, നമ്മൾ MP ആണെങ്കിൽ കോൺഗ്രസും. കടുവയ്ക്കും കാട്ടിപ്പോത്തിനും എന്തില്ല, CPM-ഉം BJP ഇല്ലല്ലോ. ഇപ്പം നടന്നു പോകുമ്പോൾ എന്താക്കണം? ഇത് CPM കടുവയാണോ BJP കടുവയാണോ നോക്കിയിട്ട് എന്താക്കണം? നടന്നു പോകേണ്ട അവസ്ഥയിൽ നമ്മളുള്ളത്. വീട്ടിലെത്തുമെന്ന് ഉറപ്പില്ല. ഒരു ചോദ്യം, ഈ അടുത്ത കർണാടകത്തിൽ ഒരു ആനയെ വെടിവെച്ച് കൊല്ലാൻ അവിടുത്തെ കളക്ടർ ഉത്തരവിട്ടു. ഇവിടെ ജയേട്ടൻ തന്നെ കഴിഞ്ഞ ചർച്ചയിൽ പറയുകയുണ്ടായി, മാരാപ്പാണ്ടിന് 87 കാലഘട്ടത്തിൽ വയനാട്ടിൽ തന്നെ ഒരു ആനയെ വെടിവെച്ച് കൊല്ലാൻ ഉത്തരവിട്ടിട്ടുണ്ട്. ഇന്നലെ കക്കയത്ത് കാട്ടുപോത്ത് കുത്തിക്കൊന്നപ്പോൾ ആ കാട്ടുപോത്തിനെ വെടിവെച്ച് കൊല്ലാൻ ഓർഡറിട്ടുണ്ട്. പറഞ്ഞു തീർത്തോട്ടെ. കിട്ടിയില്ല എങ്കിൽ വെടിവെച്ച് കൊല്ലാൻ ഓർഡർ ഉണ്ട്. അല്ല, ഈ 2 ആനയെ വെടിവെച്ച് കൊന്നപ്പോൾ ഈ നിയമം മാറ്റിയിട്ടല്ല, 72-ലെ നിയമം മാറ്റിയിട്ടല്ല അവിടെ വെടിവെച്ച് കൊന്നത്. തന്റെ അടമുള്ള കളക്ടർ ഉള്ളപ്പോൾ, തന്റെ അടമുള്ള ഭരണാധികാരി ഉണ്ടെങ്കിൽ വെടിവെച്ച് കൊല്ലാൻ സാധിക്കും. മുത്തങ്ങയിൽ കടുവ വെടിവെച്ച് കൊന്നിട്ടുണ്ട്. ഷാനവാസ് MP ഉള്ളപ്പോ വെക്കട വടി എന്ന് പറഞ്ഞു വെടിവെച്ചു. ഷാനവാസാണ് ഈ കടുവ പ്രതിസന്ധി ഇത്രമാത്രം ഉണ്ടാക്കിയത്. ഷാനവാസാണ് വയനാട്ടില്, ഒരു സംശയവും വേണ്ട. ഷാനവാസ് കടുവ വളർത്തുന്നുണ്ടോ? ഇല്ലല്ലോ. ഷാനവാസാണ്. ഞാനൊന്ന് ചോദിക്കട്ടെ. അതായത് ഇവിടെ നേരത്തെ MLA-മാരെ ചവിട്ടിക്കൂട്ടി എന്ന് പറഞ്ഞു. ജനങ്ങളുടെ സ്വാഭാവികമായ രോഷം ഗവൺമെന്റിനെതിരെ ഉണ്ടായി. ഗവൺമെന്റിന്റെ ഒരു പ്രതിനിധിയും വന്നില്ല. OR കേളും ഇങ്ങോട്ട് വന്നോ? ഈ ഭാഗത്തേക്ക് വന്നോ? മാനന്തവാടി പ്രശ്നം ഉണ്ടായപ്പോ IC ബാലകൃഷ്ണനും സിദ്ദീഖും അങ്ങോട്ട് ചെന്നു ജനങ്ങളുടെ ഇടയിലേക്ക്. ജനം പ്രതിഷേധിക്കും. ആ പ്രതിഷേധത്തെ ഞങ്ങൾ ഏറ്റെടുക്കും. ഒരു ചോദ്യം കേട്ടോളൂ. എനിക്ക് പറയാനുള്ളത്, ഈ നാട്ടിൽ വലിയ പ്രശ്നങ്ങളുണ്ട്. 1959 ജനിച്ചു വളർന്ന ആളാണ് ഞാനിവിടെ. ഇവിടെ ഇന്നേ വരെ ഇല്ലാത്തൊരു സംവിധാനം, ഈ വന്യമൃഗങ്ങളുടെ ശല്യം നിരന്തരം ഒരു വാർത്തയായി വന്നിരിക്കുകയാണ്. ഇവിടെ ഇരിക്കുന്ന മുഖ്യധാര രാഷ്ട്രീയ പാർട്ടിക്കാർ എന്താ ഇപ്പൊ ചെയ്യുന്നത്? ഞാൻ ആരെയും കുറ്റപ്പെടുത്തി പറയല്ല. ഞങ്ങളാണോ ശരി, നിങ്ങളാണോ ശരി എന്നുള്ളത്. ഈ പ്രശ്നത്തിന് ഒന്നായിട്ട് നിൽക്കാൻ ഇവിടെ ഭരിക്കുന്ന കക്ഷികൾക്കും ഭരിക്കാത്ത കക്ഷികൾക്കും പറ്റുമോ? ഇവിടെ ജീവിക്കാൻ അനുവദിക്കാവോ? അതേക്കുറിച്ച് ഇവിടെ ഒരു സമരം നടത്തി, ഞങ്ങളടക്കം കണ്ടുകൊണ്ടിരിക്കുക. 3 പാർട്ടി ഒരു ദിവസം ഹർത്താൽ നടത്തി.
പക്ഷെ അതിനകത്ത് ജനം അത് തള്ളി. എനിക്കറിയില്ല എന്താ അതിന്റെ ശരി തെറ്റുകളിലേക്ക് കടക്കുന്നില്ല. ഈ വിഷയത്തിന്റെ കാര്യത്തിലെങ്കിലും ഒരുമിച്ച് നിൽക്കാൻ നിങ്ങൾക്ക് കഴിയുമോ? എനിക്കതാ ചോദിക്കാനുള്ളൂ. ഈ പ്രദേശ രാഷ്ട്രീയ പാർട്ടിക്കാരോട് ഇവിടെ ജനജീവിതം ദുസ്സഹമായിരിക്കുന്ന സമയത്ത് ഈ ഒരു കാര്യത്തിനെങ്കിലും ഒന്നിച്ച് നിൽക്കാൻ കഴിയുമോ? ഓക്കെ, വളരെ പ്രധാനപ്പെട്ട കാര്യം ഇവിടെ ഒരു മറുപടി. നിലവിൽ രാഹുൽ ഗാന്ധിക്ക് തെരഞ്ഞെടുക്കപ്പെടാനുള്ള സാധ്യത കൂടുതലാണ് മണ്ഡലത്തിന്റെ രാഷ്ട്രീയ സ്വഭാവം വെച്ച്. സാധ്യതയില്ല. അതിന് മുമ്പ് ദിലീപേട്ടൻ, ബഹുമാനപ്പെട്ട ദിലീപേട്ടൻ പറഞ്ഞു, ഇതിനു മുമ്പ് ഷാനവാസ് MP ഉള്ള സമയത്ത് നട്ടലുള്ള MP ഉണ്ടായിരുന്നു, അദ്ദേഹം വെടിവെച്ച് കൊല്ലാൻ ഉത്തരവിട്ടെന്ന്. ഇപ്പൊ എന്താണ് പ്രിയപ്പെട്ട ദിലീപേട്ട? പ്രിയപ്പെട്ട ദിലീപേട്ട, രാഹുൽ ഗാന്ധി അല്ലേ? രാഹുൽ ഗാന്ധി അല്ലേ? ഞങ്ങളുടെ ഭരണമാണെന്ന് ഞങ്ങൾക്കത് പറയാൻ സാധിക്കും, ഞങ്ങൾക്ക് നടപ്പിലാക്കാൻ സാധിക്കും. കേളുവിന്റെ പാർട്ടിയെ ഭരിക്കുന്ന കേളു എന്തുകൊണ്ട് പറയുന്നില്ല? ഞങ്ങൾക്കന്ന് പറയാൻ കഴിയുമായിരുന്നു, ഞങ്ങളുടെ ഭരണമുണ്ടായിരുന്നു, ഞങ്ങളുടെ ആർജവമുള്ള നേതൃത്വമുണ്ടായിരുന്നു. അന്ന് ഉമ്മൻചാണ്ടിയാണ് കേരളത്തിലെ മുഖ്യമന്ത്രി. ശരി. ഇന്ന് അവതാരകര് വരുമ്പോ തട്ടിമാറ്റുന്ന മുഖ്യമന്ത്രിയല്ല, ഒറ്റ ചോദ്യം ചോദിക്കട്ടെ. ഇവിടെ ഇപ്പൊ ഏത് വിഷയം പറഞ്ഞാലും സംസ്ഥാന സർക്കാർ പറയും അത് കേന്ദ്രത്തിന്റെയാണ്, കേന്ദ്ര സർക്കാർ വരും സംസ്ഥാന സർക്കാരിന്റെ. ഏത് ഈ വന്യമൃഗ ആക്രമണവുമായി ബന്ധപ്പെട്ട് അതല്ലാതെ ഒരു വിഷയം ബഹുമാനപ്പെട്ട പ്രതിനിധിയോട് ചോദിക്കുകയാണ്. അത് പോളേട്ടന്റെ മകൾ പറഞ്ഞ വിഷയമാണ്. ആ പോളേട്ടനെ ആശുപത്രി കൊണ്ടുപോയി മാനന്തവാടി മെഡിക്കൽ കോളേജിൽ. ആ മെഡിക്കൽ കോളേജ് ആവശ്യമായ ചികിത്സ അവിടെ ലഭിച്ചില്ല എന്ന് പോളേട്ടന്റെ മകൾ പറഞ്ഞപ്പോൾ ഈ ഭരിക്കുന്ന ഭരണകക്ഷിയുടെ ആളുകളിൽ നിന്ന് അതിന്റെ ഉത്തരം ഞങ്ങൾക്ക് കിട്ടണം. ഇവിടെ 8 വർഷമായി ഈ സ്റ്റേറ്റ് ഭരിക്കുന്നു. വയനാട് ജില്ലയിലെ ഏറ്റവും വലിയ പ്രശ്നമാണ് ഇവിടുത്തെ ആതുര ശുശ്രൂഷ രംഗം. എന്താണ് മെഡിക്കൽ കോളേജ് എന്നുള്ളൊരു ബോർഡ് അല്ലാതെ മാനന്തവാടിയിൽ എന്താണ് ഈ ഇടതുപക്ഷ സർക്കാർ 8 വർഷം കൊണ്ട് സ്ഥാപിച്ചതെന്ന് ഞങ്ങൾക്കറിയാം. ഉത്തരം കേൾക്കണം. അതായത് പോളേട്ടന്റെ മകള് പറഞ്ഞ വാക്കുകൂടി കോട്ട് ചെയ്തുകൊണ്ട് ഞാൻ ചോദിക്കുന്നു. മറുപടി മെഡിക്കൽ കോളേജ് സംബന്ധിച്ച് മെഡിക്കൽ കോളേജിൽ ഇനിയും എത്രയോ ചികിത്സകൾ ഉണ്ടാവണം. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആരംഭിച്ചത് കോട്ടപ്പറമ്പിലാണ്. അത് കഴിഞ്ഞ് അത് കോഴിക്കോട് ബീച്ച് ഹോസ്പിറ്റലിലേക്ക് മാറ്റി. കോഴിക്കോട് മെഡിക്കൽ കോളേജ് 967 ആരംഭിച്ചപ്പോൾ ഇന്ന് കാണുന്ന മെഡിക്കൽ കോളേജ് അല്ല അന്ന് ആരംഭിച്ചത്. ഈ പറയുന്ന നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചാണ് ഇന്നിലേക്ക് എത്തിയത്. മാനന്തവാടി മെഡിക്കൽ കോളേജ് ആരംഭിച്ചത് ഇപ്പൊ കാപ്പി ലാബ് വന്നു. വയനാട്ടിൽ ഇപ്പൊ ന്യൂറോ ചികിത്സയും ഹാർട്ടിന്റെ ചികിത്സയും അവിടെ നടക്കും. മുഴുവൻ ചികിത്സയും ചെയ്യാനുള്ള സംവിധാനം പടിപടിയായിട്ടേ വരികയുള്ളൂ. എന്നാലും ആരംഭിച്ച കാലത്തേക്കാൾ കുറെ അധികം പുരോഗതിയിലേക്ക് നേടിയിട്ടുണ്ട്. ഘട്ടം ഘട്ടമായി പൂർത്തീകരിക്കപ്പെടുന്ന ഒരു നടപടിയാണ് മെഡിക്കൽ കോളേജിന്റെ. 4 വർഷം കൊണ്ടൊന്നും ഒരു മെഡിക്കൽ കോളേജ് പൂർണ്ണമായ സജ്ജീകരണത്തിലേക്ക് വരില്ല എന്ന് നമുക്കൊക്കെ അറിയാം. 8 വർഷം എത്ര വർഷം? വളരെ 8 വർഷം. ഒരു 1-2 വർഷത്തിനുള്ളിൽ വയനാട് മെഡിക്കൽ കോളേജ് പൂർണ്ണ സജ്ജമാകും. ഒരു സംശയവും വേണ്ട. ദിലീപ്, അങ്ങനെ വിശ്വാസമുണ്ടോ? ഒരിക്കലുമല്ല. ഇടതുപക്ഷ ഗവൺമെന്റിൽ ഞങ്ങൾക്ക് വിശ്വാസമില്ല. ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറഞ്ഞ ശ്രീ അരുൺ പാവപ്പെട്ടവന് തലചായ്ക്കാൻ ഒരു വീട് കൊടുക്കാൻ പോലും പണമില്ലാത്ത അവസ്ഥയിലേക്ക് പോയി. പാവപ്പെട്ടവന് പെൻഷൻ കൊടുക്കാൻ പറ്റുന്നില്ല. ഇവിടെ വീടിന് വേണ്ടി കാത്തിരിക്കുക. കഴിഞ്ഞ 3 വർഷമായി ലൈഫ് വീടിന് വേണ്ടി കാത്തിരിക്കുക. ജനറൽ വിഭാഗത്തിന് ഒരു വീട് പോലും കൊടുത്തിട്ടില്ല. ഞങ്ങൾ ഇവിടെ ഓൺ ഫണ്ട് എടുത്ത് ഇവിടുത്തെ പാവപ്പെട്ട ജനങ്ങളുടെ പൈസ എടുത്തുകൊണ്ട് ഒരു വർഷം 100 വീട് വെച്ച് റിപ്പയർ ചെയ്ത് കൊടുക്കുകയാണ്. ഈ പഞ്ചായത്ത് ചെയ്ത് കൊടുക്കുകയാണ്. കേരളത്തെ പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്താൻ ഒപ്പം നിൽക്കുന്ന പാർട്ടിയാണ്. രണ്ട് ചോദ്യം. ഒന്ന് കോൺഗ്രസിന്റെ പ്രതിനിധിയോടാണ്. ഏറ്റവും പ്രധാനമായിട്ട് ഇന്നലെ സുപ്രീം കോടതി ഒരു വിധി വന്നിട്ടുണ്ട്. 13,608 കോടി രൂപ കേരളത്തിന് കടമെടുക്കാൻ വേണ്ടി സുപ്രീം കോടതി ഉത്തരവിട്ടിട്ടുണ്ട്. ഇവിടെ കേരളത്തിന് കിട്ടാനുള്ള നികുതി വിഹിതം കിട്ടാതിരുന്നതിന്റെ അടിസ്ഥാനത്തിൽ കേരള ഗവൺമെന്റ് ഡൽഹിയിൽ പോയി കേരളത്തിന്റെ ജനതയ്ക്ക് വേണ്ടി സമരം ചെയ്തപ്പോ കോൺഗ്രസ് കർണാടകത്തിലെ മുഖ്യമന്ത്രി കേരളത്തിന്റെ ഗവൺമെന്റിനോടൊപ്പം സമരം ചെയ്യാൻ കൂടി കേരളത്തിൽ നിന്ന് ഏത് MP ആണ്, ഏത് MLA ആണ് ഇതുമായി വന്നിട്ട് സമരം ചെയ്യാൻ പോയത്? കേരളത്തിലെ ജനതയ്ക്ക് വേണ്ടി രണ്ടാമത്തെ ചോദ്യം ഈ സംസ്ഥാനം കടക്കണിയിലേക്ക് പോകുന്നത് നിങ്ങളുടെ ധനകാര്യ മാനേജ്മെന്റിന്റെ പരാജയമാണ്. അമ്പയെ പരാജയപ്പെട്ട ധനകാര്യ മാനേജ്മെന്റാണ്. 22,000 കോടി രൂപ ഇവിടെ പിരിച്ചെടുക്കാനുണ്ടാവുമ്പോ കടം തണ്ടാൻ പോകേണ്ട ആവശ്യം സംസ്ഥാന ഗവൺമെന്റിനുണ്ടോ? ഇവിടെ 22,000 കോടി രൂപ സംസ്ഥാനത്ത് പിരിച്ചെടുക്കാനുണ്ടോ? തോമസ് ഐസക്കും പറഞ്ഞിട്ടുണ്ട്. ഒരു വർഷം ഭരിച്ചപ്പോ തന്നെ ഐസക്കും പറഞ്ഞിട്ടുണ്ട്. എന്തിനാ സമരത്തിന് പോയത്? ഈ സംസ്ഥാനത്ത് കർണാടക സർക്കാരും കേരള സർക്കാരും ഒരേ വിഷയമല്ലേ ഉയർത്തുന്നത്? ഒരേ വിഷയമാണ്
ഉയർത്തുന്നത്. ഒരേ വിഷയം ഉയർത്തുന്നതെന്ന് പറഞ്ഞാൽ ഒരേ വിഷയമാണ് ഉയർത്തുന്നതെങ്കിൽ കോൺഗ്രസ് ഇരട്ടത്താപ്പത്തിലാണ്. അതാണ് ചോദ്യം. ഇവിടുത്തെ ടൂറിസം ഡിപ്പാർട്ട്മെന്റും അവിടുത്തെ ഇൻകവും സംബന്ധിച്ച് വ്യത്യാസമുണ്ട്. കൂടുതലാണ്. എന്നിട്ടും പോയി ഇവിടെ കേരളത്തിന് തരാൻ പഠിക്കുന്നത് കടം കൂടി വരിക. 60,000 കോടിയിൽ നിന്ന് 3 ലക്ഷം കോടിയിലേക്ക് ഉയരുകയാണ്. ഇനിയും കടം ചോദിക്കുകയാണ്. 13,000 കോടി ചോദിക്കുന്നു. നിയമപരമായ പരിധിക്കുള്ളിലാന്ന് സുപ്രീം കോടതി പറഞ്ഞു. അതിനപ്പുറത്തേക്കാണ് പ്രിയപ്പെട്ട ദിലീപ് പറയേണ്ടത്. സുപ്രീം കോടതി പറഞ്ഞു നിയമപരമായ പരിധിക്കകത്താണ് എന്ന്. സുപ്രീം കോടതി അദ്ദേഹത്തിന്റെ അഭിപ്രായത്തോട് ഒരു കാര്യം പറയാനുള്ളത്, 16,308 ഉറുപ്പിക 13,608 കോടി ഉറുപ്പിക കേരളത്തിന് അർഹതപ്പെട്ടതാണെന്ന് കേന്ദ്രം നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അത് വാങ്ങിച്ചിട്ട് കൂടുതൽ പണം ആവശ്യമുണ്ട് എന്ന് ആവശ്യപ്പെട്ടപ്പോൾ കേന്ദ്രം ഉപാധികൾ വെച്ചു. ഈ ഉപാധികൾ അംഗീകരിക്കാൻ കേരള സർക്കാർ തയ്യാറായില്ല. സുപ്രീം കോടതി പറഞ്ഞത് കേന്ദ്രം നിർദ്ദേശിച്ച ഉപാധികളിൽ ഒരെണ്ണം ഒഴികെ, എന്താ കേസ് പിൻവലിക്കണം എന്നുള്ള ഉപാധികൾ ഒഴികെ ബാക്കി മുഴുവൻ അംഗീകരിക്കണം കേരളം. നിങ്ങൾ അത് ചെയ്യണം. അത് ചെയ്തില്ല ഇതുവരെ. ഇവിടെ ഇപ്പൊ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്ന റിപ്പോർട്ടറാണോട് ഇവിടെ രാഷ്ട്രീയം പറയാൻ വേണ്ടിയുള്ള വേദിയാണ് ഞങ്ങൾ സമ്മതിക്കുകയില്ല. ഇവിടെ വന്യമൃഗങ്ങളുടെ വിഷയം പരിഹരിക്കേണ്ടത്. നമ്മൾ ഇതുവരെ സംസാരിച്ച വന്യജീവി വിഷയമല്ലേ? ചേട്ടാ ഇവിടെ ഇല്ലായിരുന്നു. ഇവരെന്താ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? എന്താ വേണ്ടത് നിങ്ങൾക്ക് പറ. ഇവിടെ ജനങ്ങളെ സംരക്ഷിക്കാനുള്ള നിയമങ്ങളാ കൊണ്ടുവരണ്ടേ? അതാര് കൊണ്ടുവരും? ഇവിടുത്തെ ഗവൺമെന്റ് അല്ലേ നടപ്പിലാക്കേണ്ടത്? സംസ്ഥാന ഗവൺമെന്റ്, കേന്ദ്ര സർക്കാർ ഗവൺമെന്റ് നടപ്പിലാക്കണം. സംസ്ഥാന ഗവൺമെന്റാണ് നടപ്പിലാക്കേണ്ടത്. ഇവിടെ ആതുര ശുശ്രൂഷ സമയത്ത് ഒരു സൗകര്യങ്ങളും ഇല്ല. ഇവിടെ സാധാരണ ഒരു താലൂക്ക് ആശുപത്രിയിലുള്ള സജ്ജീകരണം പോലും ഇവിടുത്തെ ഇടതുപക്ഷത്തിന്റെ പ്രതിനിധികൾ പറഞ്ഞു. ഇവിടെ കൽപ്പറ്റയിൽ വന്ന മന്ത്രിമാരും ഇടയ്ക്ക് വലിയ ചർച്ച നടത്തി. ആ ചർച്ചയ്ക്ക് എന്തായ തീരുമാനം എന്താണെന്ന് പറയാമോ? വന്യമൃഗങ്ങളെ വെടിവെക്കാനുള്ള ഉത്തരവുണ്ടോ? അതാണ് ഇവിടെ വേണ്ടത്. ഈ ചർച്ച നടത്തിയിട്ട് തിരുവനന്തപുരത്തേക്ക് തിരിച്ചു പോട്ടുകാരല്ലോ. ഇവിടെ രാഷ്ട്രീയം പറയേണ്ട ഈ കാര്യത്തെ പറ്റി പറയാം. ഇവിടെ അല്ല, ഗ്രാമപഞ്ചായത്ത് അംഗം എന്ന നിലയിൽ ഒരു ക്വസ്റ്റ്യനോട് ചോദിക്കട്ടെ. 2020 ലിസ്റ്റ് പ്രിപ്പയർ ചെയ്തു. ഏതിന്റെ? ലൈഫ് ഭവന പദ്ധതി. ഇത് 2024 ഒരു വീടെങ്കിലും കൊടുക്കാൻ ഈ സംസ്ഥാന സർക്കാരിന് സാധിച്ചോ? കൊടുക്കുമോ? എന്ന് കൊടുക്കാൻ സാധിക്കും? വലിയ ചോദ്യമാണ്. ഈ പഞ്ചായത്ത് മെമ്പർ പഞ്ചായത്ത് പോക്കില്ല എന്ന് എനിക്ക് തോന്നുന്നത്. കാരണം 3.5 ലക്ഷം വീട് ലൈഫ് ഭവന പദ്ധതിയിൽ പൂർത്തീകരിച്ചു. ബാക്കി 1.5 ലക്ഷം വീട് ഈ സാമ്പത്തിക വർഷത്തിനുള്ളിൽ പൂർത്തീകരിക്കുമെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ഉറപ്പ് പറഞ്ഞിട്ടുണ്ട്. ലൈഫ് ഭവന പദ്ധതിയിൽ എത്രമാത്രം പൂർത്തീകരിച്ചിട്ടുണ്ട് എന്ന് നാട്ടിലിറങ്ങിയാൽ ആളുകൾക്കറിയാം. പ്രധാനമന്ത്രി ആവാസ് യോജനയിലാണ് ലൈഫ് കൊടുക്കുന്നത്. അത് 82,000 ഉള്ളൂ. ഇവര് BJPക്ക് വേണ്ടി ചുക്കാൻ മുമ്പ് കൊടുത്ത കണക്ക് എന്ന് പറയുന്നത് പ്രധാനമന്ത്രി ആവാസ് യോജന കൂടെ കൂട്ടിയിട്ട് അവർ പറയുന്നത് 4 ലക്ഷത്തിനകത്ത് 72,000 ഉള്ളൂ ആവാസ് യോജന. വീട് കൊടുത്തിട്ടില്ല. ദിലീപ് കൈയടിച്ചത് ആരാന്നറിയോ? BJPക്കാരാ. ഇതാ പത്മജ പോകുന്നത്. ഇതാണ് പത്മജ ജയനോടുള്ള ഒരേ ചോദ്യം സൂചിപ്പിക്കുന്നത് ലൈഫ് മിഷനിൽ വീട് കൊടുക്കാൻ ജനറൽ വിഭാഗത്തിന് കഴിഞ്ഞ 3 വർഷമായി ഇവർക്ക് സാധിച്ചിട്ടില്ല. ഇവർ പരാജയപ്പെട്ടു. ആ വിഷയത്തിൽ ഇവർ പരാജയപ്പെട്ടു കഴിഞ്ഞു. ഞാൻ ഇവിടുത്തെ ഒരു വ്യാപാരിയാണ്, കച്ചവടക്കാരനാണ്. കാരണം ഇപ്പോഴത്തെ മൊബൈൽ ഷോപ്പാണ്. ഇവിടുത്തെ പ്രശ്നം വെച്ചാൽ വൈകുന്നേരം 5 മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ തീരെ ആളില്ല ഈ കടുവേൻ്റെ പ്രശ്നം കാരണം. ഇപ്പം ഇനി അടുത്ത ഇലക്ഷൻ വരാണ്. എനിക്ക് 3 കാര്യങ്ങളുള്ളത്. ഇതുവരെ ചെയ്ത കാര്യങ്ങളൊക്കെ ഞങ്ങൾ കേട്ടു. നിങ്ങൾ ഇത്ര കാര്യങ്ങൾ ചെയ്യുന്നു. ഇവിടുത്തെ ഇലക്ഷൻ വരാം. ഇനി എന്ത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും? ഞങ്ങൾക്ക് ധൈര്യമായി വീട്ടിലെത്താനും ഇതേപോലെ 5 മണിക്കൊക്കെ ശേഷം ആൾക്കാർക്ക് ഇവിടെ നിൽക്കാനും നിങ്ങൾക്ക് എന്താണ് ചെയ്യാൻ പറ്റുന്നത്? രണ്ട് സൂചനകൾ വീതം നിങ്ങൾക്ക് നൽകാം. 2 നിർദ്ദേശങ്ങളോട് ചർച്ച അവസാനിക്കും. ആദ്യം ജയിലിൽ നിന്ന് എന്തായിരിക്കും ഇവിടെ നിന്ന് ആനി രാജ പോയാൽ വയനാട്ടിലെ ജനങ്ങൾ പ്രതീക്ഷിക്കും? വയനാട് ഇന്ത്യൻ പാർലമെന്റിനകത്ത് 972 വന്യജീവി നിയമം ഭേദഗതി ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് ശക്തമായ സമരത്തിന് നേതൃത്വം കൊടുക്കും. രാഹുൽ ഗാന്ധിയെ പോലെ മിണ്ടാതിരിക്കില്ല. സംസ്ഥാന ഗവൺമെന്റ് ചെയ്യാവുന്നതിന്റെ മാക്സിമം ചെയ്യാനുള്ള ശ്രമം നടത്തും. അത് ഇപ്പൊ തന്നെ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. കിഫ്ബിയിൽ നിന്ന് ഇന്നലെ 110 കോടി രൂപ കൂടി അനുവദിച്ചിട്ടുണ്ട്. അനുവദിച്ചതിന് പുറമെ ഞങ്ങൾ കൃത്യമായി പാർലമെന്റിൽ ഉന്നയിച്ചുകൊണ്ട് നിയമ ഭേദഗതി നമുക്ക് ആവശ്യമാണ്. അതേപോലെ തന്നെ രാഹുൽ ഗാന്ധി ജയിച്ചാൽ അതേപോലെ തന്നെ ഞങ്ങൾ വേറൊരു കാര്യം ഉന്നയിക്കുന്നുണ്ട്. കടുവ മനുഷ്യനെ പിടിക്കുന്നത് പോലെ തന്നെ മക്കളെ, നമ്മുടെ ചെറുപ്പക്കാരായ ആളുകളെ കൊന്നൊടുക്കുന്ന സ്വഭാവം ഇവർക്കുണ്ട്. അതും അവസാനിപ്പിക്കുന്നതിനോട് രാഷ്ട്രീയ നിലപാട് സ്വീകരിച്ച് ഞങ്ങൾ മുന്നോട്ട് പോകും. നമ്മൾ കണ്ട
ഭാരതീയ ജനതാ പാർട്ടി അധികാരത്തിൽ വന്നാൽ നമ്മുടെ ഇൻഫർമേഷൻ ടെക്നോളജിയുടെ പുതിയ സാങ്കേതിക സാധ്യതകൾ കണ്ടെടുത്തുകൊണ്ട് മൃഗങ്ങളുടെ നീക്കം നിരീക്ഷിച്ചുകൊണ്ട് കാടും നാടും വേർതിരിക്കാനുള്ള സമയബന്ധിതമായ പരിപാടിയിൽ ഭാരതീയ ജനതാ പാർട്ടി ഇടപെടും. യാതൊരു സംശയമില്ല. കാടും നാടും തമ്മിൽ വേർതിരിക്കാനുള്ള സമയബന്ധിതമായ പരിപാടികൾ ആവിഷ്കരിക്കും ഭാരതീയ ജനതാ പാർട്ടി. ബഫർ സോൺ 1 കിലോമീറ്റർ കാടിന്റെ ഉള്ളിലേക്ക് ആക്കിക്കൊണ്ട് നിയമ ഭേദഗതി വരുത്തിയെങ്കിൽ മാത്രമേ ഉള്ളൂ. സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രിമാരും വനമന്ത്രിമാരും കേന്ദ്രം ഭരിക്കുന്ന പ്രധാനമന്ത്രിയും മന്ത്രിമാരും ഒന്നിച്ചിരുന്ന് ഓർഡിനൻസ് ഇറക്കിയിട്ട് സുപ്രീം കോടതിയിൽ കേസ് ഫയൽ ചെയ്യണം. എന്നാൽ മാത്രമേ ഇതിന് നിയമത്തിന് മാറ്റം എഴുതുള്ളൂ. ഇവിടെ ഇരുന്ന് മൊട്ടായുക്തിയും താളടിച്ചോടൊന്നും കാര്യങ്ങൾക്ക് തീരുമാനമാവില്ല. കാരണം ഇവിടുന്ന് പോയ MP ഈ നാടിന് പറയുന്ന കുറ്റം ഈ എം പി ഇവിടുത്തെ നാടിന്റെ ശല്യത്തിന് വേണ്ടി ഒരിക്കൽ പോലും പാർലമെന്റിൽ ഒരു കാര്യം അവതരിപ്പില്ല. ജോസ് കെ മാണിയും 24 മണിക്കൂറും നിയമസഭ ഉണ്ടെങ്കിൽ ജോസ് കെ മാണി അവതരിപ്പിച്ചിട്ടുണ്ട്. തെളിവടക്കം ഞാൻ പറയും. എനിക്ക് ഈ വിഷയത്തിൽ ചോദിക്കാനുള്ളത്, ഇവിടെയുള്ള പ്രതിനിധികളെല്ലാം 1972 വനം വന്യജീവി സംരക്ഷണ നിയമം മാറ്റി എഴുതുമെന്ന് പറഞ്ഞു. വനം വന്യജീവി സംരക്ഷണ നിയമം മാറ്റി എഴുതിയിട്ട് മനുഷ്യന് എന്ത് പ്രയോജനമാണ് ഉണ്ടാവുക? വനം വന്യജീവി സംരക്ഷണം മാറ്റി എഴുതുന്നതിന് പകരം ജനങ്ങൾക്ക് വേണ്ടി ഒരു നിയമം നിർമ്മിക്കാൻ, ജനങ്ങളുടെ ജീവൻ സംരക്ഷിക്കാൻ ഒരു നിയമം ഉണ്ടാക്കേണ്ടത്. ശരി ഒറ്റ 30 സെക്കൻഡ് പറഞ്ഞോ. എന്റെ ചോദ്യം ഈ മറുപടി എന്താ വേണ്ടത്? നിങ്ങൾക്ക് വേണ്ടത് കാടും നാറും വേർതിരിക്കുന്നതിന് വേണ്ടിയുള്ള പദ്ധതി തയ്യാറാക്കണം. അത് ഇപ്പൊ കൽമതിൽ പണിതിന്റെ മേലെ ടൈഗർ നെറ്റ് സ്ഥാപിച്ചുകൊണ്ട് അവിടുന്ന് ഒരു മൃഗങ്ങളും ഈ ജനങ്ങളുടെ ജനവാസ മേഖലയ്ക്ക് ഇറങ്ങാതിരിക്കാനുള്ള പദ്ധതി തയ്യാറാക്കണം. അങ്ങനെ ഒരു പദ്ധതിക്ക് ഫണ്ട് വെക്കുന്നതിന് വേണ്ടി കേന്ദ്ര സർക്കാർ തയ്യാറാകണം. സംസ്ഥാന സർക്കാരും അതിന് വിഹിതം വെക്കണം. ഇവിടുത്തെ MPയും MLAമാരും എല്ലാം സംയുക്തമായിക്കൊണ്ട് ഫണ്ട് വെച്ചുകൊണ്ട് അങ്ങനെ പദ്ധതി തയ്യാറാക്കി വയനാട്ടിലെ ജനങ്ങളെ സംരക്ഷിക്കണമെന്നാണ് പറയാനുള്ളത്. ചുരുക്കത്തിൽ വയനാടിന് പറയാൻ ഒറ്റ കാരണമേ ഉള്ളൂ. വയനാട്ടിൽ നിന്ന് ആര് തങ്ങളെ പ്രതിനിധീകരിച്ച് പാർലമെന്റിലെത്തിയാലും വയനാട്ടിലെ കടുവയുടെ ഗർജനത്തെക്കാൾ വലിയ ശബ്ദമായിരിക്കണം വയനാട്ടിലെ സാധാരണ കർഷകരുടെ ശബ്ദമാവണം. അത് എന്നൊരൊറ്റ കാരണം മാത്രമേ ഉള്ളൂ. അവർക്കിവിടെ ശബ്ദമായി അവർക്കൊപ്പമുള്ള ഒരു പ്രതിനിധിയെ അവർ ആഗ്രഹിക്കുന്നു. കർഷകരുടെ പ്രശ്നങ്ങൾ കാണാനും അവരുടെ പ്രശ്നങ്ങൾ അവതരിപ്പിക്കാനും കഴിയുന്ന MP-യെ അവർ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. വയനാട്ടിൽ ആര് എന്നതിന്റെ രാഷ്ട്രീയ ഉത്തരം തൽക്കാലം ഇതാണ്. നമ്മൾ വയനാട്ടിൽ നിന്നും പുൽപ്പള്ളിയിൽ നിന്നും മടങ്ങുന്നു. ഇനി നമ്മൾ മറ്റൊരു മണ്ഡലത്തിൽ കണ്ടുമുട്ടും. നാളെ ചൂടിനോടൊപ്പം രാഷ്ട്രീയ ചൂട് തിളച്ചുമറിയുന്ന പാലക്കാട്ടാണ് നാളെ കുരുക്ഷേത്രം എത്തുക. നാളെ വൈകുന്നേരം 6:30 കണ്ടുമുട്ടാം പാലക്കാട് കോട്ട മൈതാനത്ത്. അതുവരെ എല്ലാ പ്രേക്ഷകർക്കും ശുഭരാത്രി. ഗുഡ് നൈറ്റ്.